Let's just start with the word of prayer. നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. Father, we thank you, Lord, for this time. പിതാവേ, ഈ സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. Lord, we pray for your presence, Lord. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Let your presence fill this place. അങ്ങയുടെ സാന്നിധ്യം ഇവിടെ നിറയ്ക്കട്ടെ. Lord, I pray for the truth of God's word would be revealed to the people. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടേതായിട്ടുള്ള വചനത്തിന്റെ സത്യം വ്യക്തികൾക്ക് വെളിപ്പെടുമാറാകട്ടെ. Lord, today we declare that every lie of the enemy be exposed. ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നു, പ്രഖ്യാപിക്കുന്നു, പിശാചിന്റെ എല്ലാ നുണകളും അത് പുറത്തു വരട്ടെ. Every pattern that the enemy uses will be exposed today, Father. പിശാച് ഉപയോഗിക്കുന്ന, ശത്രു ഉപയോഗിക്കുന്ന എല്ലാ രീതികളും അത് പുറത്തു വരട്ടെ. In Jesus' name I pray. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. Let's turn our Bibles to the book of James chapter 1 verse 12 to 15. യാക്കോബിന്റെ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ആരംഭിക്കാം. Let's read in Malayalam. മലയാളത്തിൽ വായിക്കാം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. Let's read till verse 15. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവൻ ആകുന്നു, താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. മോഹം ഗർഭം ധരിച്ച പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. Temptation is not new. പ്രലോഭനം എന്ന് പറയുന്നത് പുതിയ കാര്യമല്ല. It's very ancient. അത് വളരെ പുരാതനമായ ഒരു കാര്യമാണ്. From the Garden of Eden to the wilderness with Jesus, temptation has always been revolved around something core called desires. ഏദൻ തോട്ടം മുതൽ അതോടൊപ്പം തന്നെ യേശുക്രിസ്തുവിനെ മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ പ്രലോഭിപ്പിക്കപ്പെട്ട ആ സമയം വരെ തന്നെയും അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആഗ്രഹം എന്നുള്ള കാര്യത്തെ അടിസ്ഥാനമാക്കിയാണ്. Temptation isn't simply about doing bad things. പ്രലോഭനം എന്ന് പറയുന്നത് വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ചാണ്. It is not just about that. അത് അതിനെക്കുറിച്ച് മാത്രമല്ല. It is also about meeting good desires in the wrong way. എന്നാൽ നല്ല ആഗ്രഹങ്ങൾ തെറ്റായിട്ടുള്ള രീതിയിൽ ചെയ്യുന്നതും അല്ലെങ്കിൽ പ്രാപിക്കുന്നതും പ്രലോഭനമാണ്. Also good desires at the wrong time. അതോടൊപ്പം തന്നെ നല്ല ആഗ്രഹങ്ങൾ തെറ്റായിട്ടുള്ള സമയത്ത് പ്രാപിച്ചാലും. Temptation always has a pattern. പ്രലോഭനങ്ങൾക്ക് എല്ലായ്പ്പോഴും ഒരു പ്രത്യേക രീതിയുണ്ട്. It also has a purpose. അതിന് ഒരു പദ്ധതിയുമുണ്ട്. The purpose is to take us away from God as much as possible. ദൈവത്തിൽ നിന്ന് എത്രമാത്രം നമ്മെ അകറ്റാം എന്നുള്ളതാണ് അതിന്റെ പ്രധാനമായിട്ടുള്ള പദ്ധതി. The temptation also has a pattern. അതോടൊപ്പം തന്നെ ഈ പ്രലോഭനത്തിന് ഒരു രീതിയുമുണ്ട്. So today we are going to look at something called the anatomy of a temptation. അതുകൊണ്ട് പ്രലോഭനത്തിന്റെ അനാറ്റമിയാണ് നാം ഇന്ന് നോക്കാൻ പോകുന്നത്. The book of James outlines the spiritual biology as how sin is conceived, grows and leads to death. അപ്പോൾ ഈ യാക്കോബിന്റെ ലേഖനത്തിൽ ഇത് പ്രത്യേകമായിട്ട് പറയുകയാണ് പ്രലോഭനത്തെ സംബന്ധിച്ച് എത്രമാത്രം ആത്മീയമായിട്ടുള്ള ജീവശാസ്ത്രം അതിൽ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത്. The Bible is very clear how the temptation grows. എങ്ങനെ ആ പ്രലോഭനം വളരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി തിരുവചനം പറയുകയാണ്. The first step is attraction. ആദ്യത്തെ ചുവട് എന്ന് പറയുന്ന ആകർഷണം. The Bible says about when each one is tempted when he is drawn away. ഓരോ വ്യക്തിയും പ്രലോഭിപ്പിക്കപ്പെടുന്നത് അവൻ സ്വന്തം മോഹത്താൽ ആകർഷിക്കപ്പെടുന്നു എന്ന് പറയുകയാണ്. Temptation begins with desire. ആകർഷിക്കപ്പെടുന്നതിലൂടെ അല്ലെങ്കിൽ ആഗ്രഹത്തിലൂടെ ആകുന്നു ഈ പ്രലോഭനം ആരംഭിക്കുന്നത്. So not all desires are wrong. എല്ലാ ആഗ്രഹങ്ങളും തെറ്റല്ല. But even good desire can also become dangerous. എന്നാൽ നല്ല ആഗ്രഹങ്ങൾക്ക് പോലും വേണമെങ്കിൽ അതൊരു ആപത്തായി മാറുവാൻ കഴിയും. The first desire was not, if you look into the Garden of Eden, the first desire was a desire for food. ഏദൻ തോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ആഗ്രഹം എന്ന് പറയുന്നത് ഭക്ഷണത്തിന് വേണ്ടിയുള്ള ആഗ്രഹമാണ്. There can be desires of security, success. This can become dangerous if it is disordered. സുരക്ഷ അല്ലെങ്കിൽ വിജയത്തിന് വേണ്ടിയുള്ള ആഗ്രഹം ഇതെല്ലാം തെറ്റായിട്ടുള്ള ക്രമത്തിലായി കഴിയുമ്പോൾ അത് വേണമെങ്കിൽ ആപത്തായി മാറുവാൻ. So everything starts with the desire. അതുകൊണ്ട് എല്ലാം ആഗ്രഹത്തിൽ നിന്നും തുടങ്ങുന്നു. Temptation, what it does, it taps into this longing desire inside us. ഈ പ്രലോഭനം എന്താണ് ചെയ്യുന്നത്? നമ്മുടെ അകത്ത് ഉള്ള ആഴത്തിലുള്ള ഈ ആഗ്രഹത്തിലേക്ക് പ്രവേശിക്കുകയാണ്. The second is called deception. That's the second step of the anatomy. It's called deception. ഈ അനാറ്റമിയുടെ രണ്ടാമത്തെ ചുവട് എന്ന് പറയുന്നത് വശീകരിക്കപ്പെടുക എന്നുള്ളത്. Or enticed. അല്ലെങ്കിൽ വശീകരിക്കപ്പെടുക. It is
a fishing term, like a bait on a hook, അത് എപ്രകാരം ഒരു ചൂണ്ടയിൽ ഇരയെ കൊടുത്തു വിടുന്നു അതുപോലെ. promising satisfaction but hiding the cost. അപ്പോൾ അത് നല്ല രീതിയിൽ ഒരു തൃപ്തിയെല്ലാം വാഗ്ദാനം ചെയ്യുകയാണ്, എന്നാൽ അതിന് കൊടുക്കേണ്ടി വരുന്ന വിലയെക്കുറിച്ച് അത് പറയുന്നുമില്ല. Eve thought that that fruit was good, pleasant and desirable. ഹവ്വ ചിന്തിക്കുന്നത് ആ ഖനി അല്ലെങ്കിൽ ആ ഫലം എന്ന് പറയുന്നത് നല്ലതാണ്, ജ്ഞാനം കൊണ്ടുവരുന്നതാണ്, കാണാനും നല്ലതാണ്, തിന്മാനും നല്ലതാണെന്നെല്ലാം കാണുകയാണ്. But it brought death. എന്നാൽ അത് കൊണ്ടുവന്നതോ മരണമായിരുന്നു. Temptation always offers something real, but actually it's hollow inside. പ്രലോഭനം പലപ്പോഴും നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് ശരിയായിട്ടുള്ള അല്ലെങ്കിൽ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമായിരിക്കാം, എന്നാൽ അതിന്റെ അകം പൊള്ളയാണ്. The third is conception. മൂന്നാമതായിട്ട് ഗർഭം ധരിക്കുക. The desire has conceived. ഈ മോഹം ഗർഭം ധരിച്ചിരിക്കുന്നു. At this point, what happens is the mind begins to cooperate with the fantasy. ഈ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ആ സങ്കല്പവുമായിട്ട് നമ്മുടെ മനസ്സ് പൊരുത്തപ്പെടുവാൻ തുടങ്ങും. There is a negotiation that happens. അവിടെ ചില ചർച്ചകൾ നടക്കുകയാണ്. What if I do that? ഇത് ഞാൻ ചെയ്താൽ എന്ത് സംഭവിക്കും? Why can't I have that? എന്തുകൊണ്ട് എനിക്ക് അത് ലഭിച്ചുകൂടാ? That may not be too bad. അത് അത്ര മോശമൊന്നുമല്ല. That might be good for me. ഇത് എനിക്ക് നല്ലതായിരിക്കും. There is a negotiation that happens. അവിടെ അകത്ത് ഒരു വാദപ്രതിവാദം നടക്കുകയാണ്. Once the negotiation happens, hallelujah, ആ വാദപ്രതിവാദം നടക്കുമ്പോൾ the sin is conceived. അവിടെ പാപം പെറുകയാണ്. There is an inward agreement. അവിടെ അകത്ത് ഒരു സമ്മതം നൽകുകയാണ്. Now when we start justifying and excusing, it doesn't matter, the sin has already been conceived. നാം ന്യായം പറയുകയും ന്യായീകരിക്കുകയും എല്ലാം ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും അവിടെ പാപം പ്രസവിക്കപ്പെടുകയാണ്. Just like the baby is conceived in the womb, എപ്രകാരം ഒരു കുഞ്ഞ് ഗർഭപാത്രത്തിൽ ആയിരിക്കുന്നു അതുപോലെ at some point it has to come out. ഒരു സമയത്ത് അത് പുറത്ത് വന്നേ There is മതിയാകൂ. nothing called spiritual abortion. അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള ഗർഭചിത്രം എന്ന് പറയുന്നത് ഒന്നുമില്ല. The desire has conceived sin. തീർച്ചയായിട്ടും ആ പാപം അല്ലെങ്കിൽ ആഗ്രഹം പാപത്തെ പ്രസവിച്ചിരിക്കുന്നു. The fourth thing the Bible talks about is giving birth to sin. നാലാമതായിട്ട് തിരുവചനം പറയുന്നത് പാപത്തെ പ്രസവിക്കുക എന്നുള്ളതാണ്. That thought now has become an action. ആ മോഹം അല്ലെങ്കിൽ ആ ചിന്ത ഇപ്പോൾ അതൊരു പ്രവൃത്തിയായിരിക്കും. Now it can be an outward action, it can also be an inward thing that has come, maybe like bitterness or judgment or pride. അത് ഒരുപക്ഷെ ബാഹ്യമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിരിക്കാം, അല്ലെങ്കിൽ അകത്ത് ഉള്ള ഒരു കാര്യമായിരിക്കാം, അഹങ്കാരം അല്ലെങ്കിൽ കയ്പിന്റെ അനുഭവം, അങ്ങനെ ഏതെങ്കിലും ആകാം. The fifth is maturity and depth. അഞ്ചാമത്തെ എന്ന് പറയുന്നത് അതിന്റെ പൂർണ്ണതയിൽ മരണം അല്ലെങ്കിൽ പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു എന്ന് പറയുന്നു. Sin now is fully grown. പാപം ഇപ്പോൾ മുഴുവനായി വളർന്നിരിക്കുന്നു. Left unaddressed, sin matures. പാപത്തെ നാം കൈകാര്യം ചെയ്തില്ല എങ്കിൽ പാപം മുഴുക്കും. Spiritual death is separation from the intimacy with God. ആത്മീയമായിട്ടുള്ള മരണം എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള അടുപ്പത്തിൽ നിന്ന് അകന്നു പോകുക എന്നുള്ളതാണ്. Unrepented sin ultimately results in death or destruction. അനുതപിക്കാത്തതായിട്ടുള്ള പാപത്തെ സംബന്ധിച്ച് അത് അവസാനിപ്പിക്കുന്നത് എവിടെയാകുന്നു? അത് അകൽച്ചയിലും അതോടൊപ്പം തന്നെ ആത്മീയമായിട്ടുള്ള മരണത്തിലുമാകും. So first is attraction. അതുകൊണ്ട് ആദ്യത്തേത് ആകർഷണം, Second is deception. രണ്ടാമത് വശീകരണം, Third is conception. മൂന്നാമതായിട്ട് പാപത്തെ ഗർഭം ധരിക്കുന്നു, Fourth is birth of sin. പാപത്തെ പ്രസവിക്കുന്നു, Fifth is maturity and death. അഞ്ചാമത്തേത് പാപം മുഴുത്ത മരണത്തെ പെറുന്നു. Hallelujah. Hallelujah. If you don't want to get into sin, you should handle in the first two steps. നിങ്ങൾക്ക് പാപത്തിൽ കയറുവാൻ താല്പര്യമില്ല എങ്കിൽ നിങ്ങൾ ആദ്യത്തെ രണ്ട് ചുവടാണ് ശ്രദ്ധിക്കേണ്ടത്. Temptation is a process. പ്രലോഭനം എന്ന് പറയുന്നത് പ്രക്രിയയാണ്. It is not a moment. അതൊരു നിമിഷമല്ല. You know, you actually don't fall into sin. നിങ്ങൾ ഒരിക്കലും പാപത്തിലേക്ക് വീഴുകയല്ല. You walk there step by step. നാം ചുവടുകൾ എടുത്ത് പതുക്കെ അങ്ങോട്ട് പോവുകയാണ്. You have come intentionally to that place. നാം ആ സ്ഥലത്തേക്ക് അങ്ങനെ തന്നെ ആകുന്നു, നാം ഉദ്ദേശിച്ചു പോവുകയാണ്. There is nothing called കർത്താവേ ഞാൻ അറിയാതെ ഒരു കൊലപാതകം ചെയ്തു. ഇതുപോലെ അതായത് ലോർഡ് ആക്സിഡന്റലി ഐ ഡിഡ് എ മർഡർ. There is nothing like that. Because everything starts with hatred. കാരണം എല്ലാം വിദ്വേഷത്തിൽ നിന്ന് തുടങ്ങുകയാണ്. Adultery starts the moment that you have thought about something. ഇപ്രകാരം തെറ്റായിട്ടുള്ള ഒരു വ്യക്തിബന്ധം വിവാഹത്തിന് പുറമേ ഉള്ളത് അത് തുടങ്ങുന്നത് നാം അതിനെക്കുറിച്ച് ചിന്തിച്ചതുകൊണ്ടാണ്. You walk there step by step. നാം ചുവടുകൾ എടുത്ത് നാം അങ്ങനെ പ്രവേശിക്കുകയാണ്. Just like you have come today morning to the church building, you have walked from some place and you come here. ഇന്ന് രാവിലെ നിങ്ങൾ സഭയിലേക്ക് വന്നപ്പോഴത്തേക്കും നിങ്ങൾ ചുവടുകൾ എടുത്ത് ഇങ്ങോട്ട് എങ്ങനെ വന്നോ അതുപോലെ. So we are drawn away by our desires, own desires. നമ്മുടെ സ്വന്തം മോഹങ്ങളാൽ നാം വശീകരിക്കപ്പെടുന്നു അല്ലെങ്കിൽ ആകർഷിക്കപ്പെടുന്നു.
പരീക്ഷിക്കപ്പെടുമെന്ന് പറയുകയാണ്. Say, my own desires. പറഞ്ഞാട്ടെ, എന്റെ സ്വന്തം മോഹം. We cannot give this ownership to anybody. ഇതിന്റെ ഉത്തരവാദിത്തം നമുക്ക് വേറെ ആർക്കും കൊടുക്കാൻ കഴിയില്ല. We cannot say that my father gave this desire, it came right down from my genealogy. ഇതൊരിക്കലും നമുക്ക് പറയാൻ കഴിയുകയില്ല, എന്റെ പിതാവാണ് ഈ ആഗ്രഹം തന്നതെന്നോ അല്ലെങ്കിൽ തലമുറകളാൽ വന്നതാണെന്നും പറയാൻ പറ്റുകയില്ല. You cannot blame your mobile or your gadgets. നിങ്ങളുടെ മൊബൈലിനെയോ നിങ്ങളുടെ ഗാഡ്ജറ്റ്സിനെയോ ഒന്നും കുറ്റം പറയാൻ കഴിയുകയില്ല. Because the Bible is very clear, we are drawn away by our own desires. കാരണം തിരുവചനം വ്യക്തമായിട്ട് ആ സത്യം വിളിച്ചു പറയുകയാണ്, ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ. Now desires comes from us. അപ്പോൾ ആഗ്രഹങ്ങൾ നമ്മിൽ നിന്ന് വരുന്നു. But temptation, the devil is the source of all temptation. എന്നാൽ പ്രലോഭനത്തിന്റെ സകല ഉത്ഭവം എന്ന് പറയുന്നത് പിശാചിൽ നിന്നാണ്. Satan tempted Adam and Eve. പിശാച് ആദാമിനെയും ഹവ്വയെയും പ്രലോഭിപ്പിച്ചു. Satan tempted Jesus. പിശാച് യേശുവിനെ പ്രലോഭിപ്പിച്ചു. The Bible is clear, God does not tempt anyone. എന്നാൽ തിരുവചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ദൈവം ആരെയും പ്രലോഭിപ്പിക്കുന്നില്ല. Satan tempts all of us so that we are drawn away from God. That's his goal. പിശാച് നമ്മെ സകലരെയും പ്രലോഭിപ്പിക്കുന്നത് നാം ദൈവത്തിൽ നിന്ന് അകന്നു മാറുവാനാകുന്നു. അത് തന്നെയാണ് പിശാചിന്റെ ലക്ഷ്യം. And Satan uses temptation knowing that there are some unhandled desires in our lives. പിശാച് എങ്ങനെയാണ് ആ പ്രലോഭനം ഉപയോഗിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിക്കപ്പെടാത്ത അല്ലെങ്കിൽ കൈകാര്യം ചെയ്യപ്പെടാത്തതായിട്ടുള്ള ചില ആഗ്രഹങ്ങളുണ്ട്. Genesis 3 verse 1 to 7. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നാം നോക്കുമ്പോൾ We all have read this many times. നാം എല്ലാവരും ഇത് പലതവണ But വായിച്ചിരിക്കുന്നു. let's read that. എന്നാൽ ഒരിക്കൽ കൂടെ വായിക്കാം. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, തൊടുകയും എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ട് ഫലം പറിച്ചു തന്ന് ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്ന് തങ്ങൾ നഗ്നരെന്ന് അറിഞ്ഞു. അത്തിയില കൂട്ടിത്തുന്നി തങ്ങൾക്ക് അരയാടയുണ്ടാക്കി. The source of every desire is the heart of a man. ഒരു മനുഷ്യന്റെ ഹൃദയമാണ് എല്ലാ ആഗ്രഹങ്ങളുടെയും ഉത്ഭവം. That desire grows because we have allowed it. ആ ആഗ്രഹം വളരാൻ കാരണം നാം അതിനെ അനുവദിച്ചതുകൊണ്ടാണ്. The woman had a desire for that fruit. ആ കനി അല്ലെങ്കിൽ ആ ഫലത്തെ സംബന്ധിച്ച് ആ സ്ത്രീക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായി. Every temptation can be because of one single desire or a combination of multiple desires. ഏത് ഒരു ആഗ്രഹവും എന്ന് പറയുന്നത് വേണമെങ്കിൽ ഒരു ആഗ്രഹം കാരണം അല്ലെങ്കിൽ ഒരു കൂട്ടമായിട്ടുള്ള ആഗ്രഹം കാരണം ഉണ്ടാകാൻ കഴിയും. Every temptation is a lie wrapped in a desire. ഓരോ പ്രലോഭനവും എന്ന് പറയുന്നത് ഈ ആഗ്രഹത്തിന്റെ പുറകിൽ അല്ലെങ്കിൽ ഒരു നുണയുടെ പുറത്ത് ആഗ്രഹത്താൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്നതാകുന്നു. Now the mind is a battlefield. നമ്മുടെ മനസ്സ് ഒരു യുദ്ധക്കളമാണ്. The spiritual battle is one based on which desire is stronger, the desires from God or the desires from our own flesh. ആ ആത്മീയ യുദ്ധത്തിൽ ജയം ആർക്കാണ് ലഭിക്കുക എന്നുള്ളത് ഏത് ആഗ്രഹം ബലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. നമ്മുടെ ജഡത്തിന്റെ ആഗ്രഹമാണോ അതോ ദൈവത്തിൽ നിന്ന് വരുന്ന ആഗ്രഹമാണോ? One of the reason when we lose the battle is that when the temptation hits us, our godly desires are not strong enough. പലപ്പോഴും നാം ആ ആത്മീയ യുദ്ധത്തിൽ പരാജയപ്പെടുവാൻ കാരണമുള്ളത് എന്ന് പറയുന്നത് ആ പ്രലോഭനം നമ്മെ തകർക്കുവാൻ വരുമ്പോൾ നമ്മുടെ ദൈവികമായിട്ടുള്ള ആഗ്രഹങ്ങൾ അതിനെ ചെറുക്കുവാൻ തക്കവണ്ണം ശക്തിയുള്ളതല്ല. We do not see Eve saying, that's what God has told me, I cannot eat that. നമുക്ക് കാണുവാൻ കഴിയുന്നു ഹവ്വ ഇങ്ങനൊന്നും പറഞ്ഞില്ല, അതായത് ആഗ്രഹമുണ്ടെങ്കിലും ദൈവം എന്നോട് അത് ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അത് എനിക്ക് വേണ്ട എന്നൊന്നും പറയുന്നില്ല. There was no godly desire. അവിടെ ദൈവികമായിട്ടുള്ള ആഗ്രഹമൊന്നുമില്ല. Hallelujah. Hallelujah. And that is why she loses the battle there. അതുകൊണ്ടാകുന്നു തന്റെ ആ ആത്മീയ യുദ്ധം താൻ അവിടെ തോൽക്കുകയാണ്. We will easily be defeated when the enemy attacks us if there is no godly desire on the inside of us. നമ്മുടെ അകത്ത് ദൈവികമായുള്ള ആഗ്രഹങ്ങൾ ഇല്ലെങ്കിൽ പിശാച് നമ്മെ ആക്രമിക്കുമ്പോൾ നാം ആ ആത്മീയ യുദ്ധത്തിൽ പരാജയപ്പെടും. Our ungodly desires are the hotbed for temptation. നമ്മുടെ ദൈവികമല്ലാത്തതായിട്ടുള്ള ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് പ്രലോഭനത്തിന് ചേർന്ന് നിൽക്കുന്ന നല്ല ഒരു മെത്തയാണ്. See, desires is inherently not sinful.
ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പാപമൊന്നുമല്ല. When desire is unguarded or unhandled, it becomes a fertile soil for temptation. എന്നാൽ അത് ക്രമീകരിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ അതിനെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തില്ല എങ്കിൽ പാപത്തിന് പറ്റിയ ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണായിരിക്കും. See, there are deep desires in the heart of a man. That's what I'm going to talk about. ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു മനുഷ്യന്റെ അകത്ത് വളരെ ആഴത്തിലുള്ള ആഗ്രഹങ്ങളുണ്ട്. And the devil uses that to tempt man. പിശാച് അത് ഉപയോഗിക്കുന്നു മനുഷ്യനെ പ്രലോഭിപ്പിക്കുവാൻ. I want to tell you, just listening to this message will not help you to overcome your desires. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ദൂത് കേട്ടതുകൊണ്ട് മാത്രം നിങ്ങളുടേതായിട്ടുള്ള ആഗ്രഹങ്ങളെ ജയിക്കുവാൻ കഴിയുകയില്ല. I want you to go home and surrender every bit of desire to God. നിങ്ങൾ ഭവനത്തിൽ പോയി നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നിങ്ങൾ ദൈവത്തിന് സമർപ്പിക്കണം. It can be so deep that it's hidden. ഒരുപക്ഷെ അത് കാണുവാൻ കഴിയാത്ത വിധം ഏറെ ആഴത്തിലുള്ളതായിരിക്കാം. Satan can use these desires that is inside us and make us fall. പാപത്തിന് നമ്മുടെ അകത്തുള്ള ആഴത്തിലുള്ള ഈ ആഗ്രഹങ്ങളെ ഉപയോഗിച്ച് നമ്മുടെ വീഴ്ചയ്ക്ക് കാരണമാക്കുവാൻ കഴിയും. I have shortlisted almost 9 desires that the enemy can use us to make us fall. നമ്മെ തകർക്കുവാൻ ഉപയോഗിക്കുവാൻ കഴിയുന്ന, ശത്രുവിന് ഉപയോഗിക്കുവാൻ കഴിയുന്ന 9 ആഗ്രഹങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. Let's look into Matthew 4 verse 1 to 11. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് The നോക്കാം. devil tempts Jesus. പിശാച് അവിടെ യേശുവിനെ പരീക്ഷിക്കുകയാണ്. You know, our first desire, before going that, I want to say the first desire is the desire to be provided. അപ്പോൾ ആദ്യത്തെ ആഗ്രഹം എന്ന് പറയുന്നത് നാം കരുതപ്പെടുവാനായിട്ടുള്ള ആഗ്രഹം. Let's look into Matthew 4 verse 1 to 4. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം പിശാചിനാൽ പരീക്ഷപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന്, നീ ദൈവപുത്രൻ എങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. അതിനവൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. The devil tempted Jesus saying, if you are the son of God, ask these stones to become bread. പിശാച് അവിടെ യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് പറയുകയാണ്, നീ ദൈവപുത്രനെങ്കിൽ ഈ അപ്പത്തിനോട് അല്ലെങ്കിൽ കല്ലിനോട് അപ്പമായി തീരുവാൻ പറയുക. All of us have a desire to be provided. നമുക്ക് എല്ലാവർക്കും അങ്ങ് കരുതപ്പെടുവാനായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട്. When everything we want is provided, we feel secure for a while. നമുക്ക് ആഗ്രഹമുള്ളതെല്ലാം ലഭിക്കുമ്പോൾ അല്പസമയത്തേക്ക് ഒരു സുരക്ഷിതത്വം നമുക്ക് തോന്നുകയാണ്. Israelites, they wanted to be provided in the wilderness and therefore they complained. ഇസ്രായേല്യർക്ക് മരുഭൂമിയിൽ അവർക്ക് കരുതപ്പെടുവാൻ ആഗ്രഹമുണ്ടായിരുന്നത് കൊണ്ട് അവർ പിറുപിറുത്തു. They didn't like a life where there is a question mark of provision. അവർക്ക് ഒരിക്കലും ഇഷ്ടപ്പെട്ടില്ല, അതായത് എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ലഭിക്കുമോ എന്നുള്ള ചോദ്യചിഹ്നമുള്ള രീതിയിലുള്ള ജീവിതം. All of us are thinking about how am I going to live? ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് നാം ഓരോരുത്തരും നാം ചിന്തിക്കുന്നു. How we answer this question will make us react when situations come. നാം എങ്ങനെ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നു എന്നുള്ളത് നാം എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതിനെ തീരുമാനിക്കും. And we end up taking drastic decisions because we have a desire to provide for ourselves. നമുക്ക് തന്നെ ലഭിക്കേണ്ടതായിട്ടുള്ള ആഗ്രഹമുള്ളതുകൊണ്ട്, നമ്മെ തന്നെ കരുതുവാനുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് നാം വലിയ തീരുമാനങ്ങൾ നാം എടുക്കുകയാണ്. Jesus was telling to the devil, I don't want your provision. My provision comes from the Father. യേശു പിശാചിനോട് പറയുകയാണ്, എനിക്ക് നിന്റെ കരുതലൊന്നും വേണ്ട, എന്റെ കരുതൽ ലഭിക്കുന്നത് എന്റെ പിതാവിൽ നിന്നാണ്. Man shall not live by bread alone, but by every word that comes from the mouth of God. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കും. There is nothing wrong in eating bread when we are hungry. നമുക്ക് വിശക്കുമ്പോൾ ബ്രെഡ് കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. But Jesus don't want that enemy's hand to provide that. എന്നാൽ അത് ലഭിക്കേണ്ടത് ശത്രുവിന്റെ കരത്താൽ അല്ല എന്ന് യേശു ഇവിടെ വളരെ വ്യക്തമാക്കുകയാണ്. Satan was successful in planting a thought to Eve that if you don't eat from that tree, there is a lack in your life. അപ്പോൾ പിശാചാണെങ്കിലോ ഹവ്വയുടെ ജീവിതത്തിലേക്ക് താൻ വിജയകരമായിട്ട് ഈ കാര്യം പറയുകയാണ്, അതായത് ആ ഖനി, ആ ഫലം നീ കഴിച്ചില്ല എങ്കിൽ നിന്റെ ജീവിതത്തിൽ എന്തോ ഒരു കുറവുണ്ട്. She was deceived into the thought that God is withholding something good from her. തന്റെ ജീവിതത്തിൽ ദൈവം എന്തോ നന്മ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നുള്ള ചിന്തയിലേക്ക് താൻ വശീകരിക്കപ്പെട്ടു പോയി. Because she saw that the fruit was good. കാരണം അവൾ കണ്ടു ആ ഫലം നല്ലതാണല്ലോ. And then she took a step and
provided for herself. അതിനുശേഷം താൻ ഒരു ചുവടെടുത്ത് തനിക്ക് വേണ്ടി കരുതുകയാണ്. We take wrong decisions when we think that we have to provide for ourselves. നാം പലപ്പോഴും തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു. നാം തന്നെ കരുതണമെന്ന് നാം ചിന്തിക്കുമ്പോൾ We will be tempted with the consumer mentality. നാം ആ ഒരു ഉപഭോഗമായിട്ടുള്ള ആ ഒരു ഉപഭോക്തൃ സംസ്കാരത്തിലേക്ക് വരുമ്പോൾ നാം തെറ്റായിട്ടുള്ള തീരുമാനം എടുക്കുന്നു. In our quest for a desire to be provided, we take shortcuts. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ലഭിക്കണം എന്നുള്ള ആ ഓട്ടത്തിനിടയിൽ നാം കുറുക്കുവഴികൾ എടുക്കുകയാണ്. Command the stone to be bread. എന്നാൽ Command the stone to be bread. ഈ കല്ലിനെ അപ്പമാകുവാൻ കൽപ്പിക്കുക Based on what the devil has taught. പിശാച് പറഞ്ഞതിനനുസരിച്ച്. Hallelujah. That is a desire that we should quell. അത് നാം പലപ്പോഴും തകർക്കേണ്ടതായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. Judas had a need and he wanted to provide for himself. യൂദാസിന് ഒരു ആവശ്യമുണ്ടായിരുന്നു. തന്റെ ആവശ്യത്തിന് താൻ കരുതുവാൻ ശ്രമിച്ചു. Hence he stole money from the money bags. അതുകൊണ്ട് താൻ ആ പണസഞ്ചിയിൽ നിന്ന് പണം എടുക്കുവാൻ തുടങ്ങി. You know, the flesh lust and demands provision. അത് നമ്മുടെ ജഡം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ളതെല്ലാം ലഭിക്കണമെന്ന് നിർബന്ധിക്കുവാൻ തുടങ്ങും. So we begin to doubt whether God is able to provide. അതുകൊണ്ട് നാം സംശയിക്കുവാൻ തുടങ്ങും, ദൈവം എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുമോ? Or we think we have better means to provide for ourselves. അല്ലെങ്കിൽ നാം ചിന്തിക്കുവാൻ തുടങ്ങും, എനിക്ക് വേണമെങ്കിൽ എന്റെ കാര്യങ്ങൾ നന്നായിട്ട് നോക്കാൻ പറ്റും. Or somebody else has a better means to provide for myself. അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി വേണമെങ്കിൽ എന്നെ മികച്ച രീതിയിൽ കരുതും. We have some urgings and cravings. നമുക്ക് നമ്മുടേതായിട്ടുള്ള ആ ആഴത്തിലുള്ള ആഗ്രഹങ്ങളും എല്ലാം ഉണ്ട്. The flesh wants to crave for the world. നമ്മുടെ ജഡം എന്ന് പറയുന്നത് ഈ ലോകത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നു. But the spirit man inside us craves for the presence of God. എന്നാൽ നമ്മുടെ അകത്തുള്ള ആത്മമനുഷ്യൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു. You are craving because you have fed your cravings. നിങ്ങൾ ആഗ്രഹിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹത്തിനെ നിങ്ങൾ പോഷിപ്പിച്ചതുകൊണ്ടാണ്. I was thinking, God, what is the antidote for such a desire? ഞാൻ ചിന്തിക്കുകയാണ്, ദൈവമേ ഇങ്ങനെയുള്ള ഒരു ആഗ്രഹത്തിനുള്ള മറുമരുന്ന് എന്താണ്? 1 Timothy 6:6. 1 തിമോഥെയോസിന്റെ 6:6 എന്ത് പറയും നമുക്ക് The നോക്കാം. Bible says godliness with contentment is great gain. തിരുവചനം പറയുകയാണ്, അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലുതായ ആദായമാകുന്നു താനും. Many years ago, when I was offered a chance to go to Singapore, പല വർഷങ്ങൾക്ക് മുമ്പാകെ സിംഗപ്പൂരിൽ പോകുവാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചപ്പോൾ, and I had a thought, and my manager offered me. എന്റെ മാനേജർ എന്നോട് അങ്ങനെ പറയുകയാണ്. But I knew in my heart, immediately the Holy Spirit spoke to me saying, that's not for you. അപ്പോൾ എന്റെ ഹൃദയത്തിൽ ഞാൻ ഉടനെ തന്നെ കേൾക്കുകയാണ്, പരിശുദ്ധാത്മാവ് പറയുന്നത് ഇത് നിനക്ക് വേണ്ടിയുള്ളതല്ല. And this scripture spoke to me, godliness with contentment is great gain. ഈ വാക്യം എന്നോട് ദൈവം ഇടപെടുകയും ചെയ്തു. Sometimes we crave because we are not content with what God has provided for us. ചില സമയത്ത് നാം ആഗ്രഹിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവം നമുക്ക് നൽകിയതുമായിട്ട് നാം തൃപ്തിപ്പെട്ടിട്ടില്ല. And we need more, or we need something else or someone else. നമുക്ക് വേറൊരു വ്യക്തി വേണം, അല്ലെങ്കിൽ നമുക്ക് വേറെ ചില കാര്യങ്ങൾ വേണം. We have married somebody, God has brought into our lives, now we are thinking about somebody else. നാം ദൈവം കൊണ്ടുവന്നിരിക്കുന്ന വ്യക്തി നാം വിവാഹം കഴിച്ചു, ഇപ്പോൾ നാം ചിന്തിക്കുന്നത് വേറെ ചില വ്യക്തികളെ കുറിച്ചാണ്. When we lust after something, we are demanding more. നാം നമ്മുടേതായിട്ടുള്ള ആഗ്രഹത്തിന് പുറകെ നാം ആഗ്രഹിച്ച് നടക്കുമ്പോൾ നാം വലിയ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നാം നിർബന്ധിക്കുകയാണ്. But the right mindset is, I am content with whatever God has given me. എന്നാൽ ശരിയായിട്ടുള്ള തീരുമാനം അല്ലെങ്കിൽ ചിന്താരീതി എന്ന് പറയുന്നത് ദൈവം എനിക്ക് തന്നിരിക്കുന്നതിൽ ഞാൻ തൃപ്തനാണ്. Hallelujah. Hallelujah. Do you believe that God the Father can provide for you? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ പിതാവായിരിക്കുന്ന ദൈവത്തിന് നിങ്ങൾക്ക് സകലത്തെ നൽകുവാൻ കഴിയുമെന്നുള്ളത്? You don't need to grab anything. നിങ്ങൾ ഒന്നും അങ്ങനെ പിടിച്ചു വാങ്ങിക്കേണ്ട ആവശ്യമില്ല. Whatever God has given to you, എന്ത് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നു, you need to have an attitude of contentment. നിങ്ങൾക്ക് ആ തൃപ്തിയുടെ മനോഭാവം വേണം. Hallelujah. 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 Can you say with me, godliness with contentment is great gain for me? നിങ്ങൾക്ക് ചേർന്ന് പറയാമോ, ദൈവികതയോട് ചേർന്നിട്ടുള്ള ആ തൃപ്തി എനിക്ക് നല്ലതാണെന്ന് പറയാമോ? Just say, I'm content with what God has given to me. ദൈവം എനിക്ക് തന്നിരിക്കുന്നത് ഞാൻ തൃപ്തനാണെന്ന് പറയാമോ? Think about all your wealth and say, I'm content with whatever God has given to me. നിങ്ങളുടെ സമ്പത്തിനെ കുറിച്ച് ഓർത്ത് പറഞ്ഞാട്ട് ദൈവം തന്നിരിക്കുന്നത് ഞാൻ തൃപ്തനാകുന്നത് പറഞ്ഞു. Whether great wealth or small wealth, it does not matter. Just say, God, I'm content with whatever God has given to me. അത് അധികമാണോ അല്പമാണോ എന്നുള്ളതിൽ കാര്യമില്ല, പറഞ്ഞാട്ടെ ദൈവമേ അങ്ങ് തന്നതിൽ ഞാൻ തൃപ്തനാകുന്നത് പറഞ്ഞു. Someone once said, you never know you are poor until you meet a poor man. ഒരു വ്യക്തി ഒരിക്കൽ ഇങ്ങനെ പറയുകയുണ്ടായി, അതായത് നിങ്ങൾ ദരിദ്രനാണെന്നുള്ളത് നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാകുകയില്ല നിങ്ങൾ ശരിക്കൊരു ദരിദ്രനെ കാണുന്നത് വരെ. The moment you have comparison, you will want more. നിങ്ങൾ താരതമ്യം ചെയ്യുവാൻ തുടങ്ങുമ്പോൾ തൊട്ട് നിങ്ങൾക്ക് അധികം വേണമെന്നുള്ള ചിന്ത വരും. But contentment is great gain. എന്നാൽ ആ തൃപ്തിയുടെ മനോഭാവം അത് വലിയ ആദായമാണ്. So our first desire that needs to be handled is our desire for provision. അതുകൊണ്ട് നാം കൈകാര്യം ചെയ്യേണ്ട ആദ്യത്തെ ആഗ്രഹം എന്ന് പറയുന്നത് കരുതപ്പെടുവാനായിട്ടുള്ള ആഗ്രഹം. The second desire is our desire for protection. രണ്ടാമതായിട്ടുള്ള ആഗ്രഹം എന്ന്
പറയുന്നത് സുരക്ഷിതത്വത്തിൻ്റെതായിട്ടുള്ള ആഗ്രഹം. All of us want security from life's challenges. നമുക്ക് എല്ലാവർക്കും ഈ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നിന്ന് സുരക്ഷിതരാകണമെന്ന് ആഗ്രഹമുണ്ട്. When Israelites saw the army of Pharaoh, they were afraid and grumbled against God. ഇസ്രായേലർ ഈ ഫറവോന്റേതായിട്ടുള്ള സൈന്യത്തെ കണ്ടപ്പോൾ അവർ ഭയപ്പെട്ട് ദൈവത്തോട് പരാതി പറയുവാൻ തുടങ്ങി. They wanted protection. അവർക്ക് ആ സുരക്ഷിതത്വം ആവശ്യമായിരുന്നു. Matthew 4 verse 5 to 7. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം തൊട്ട് 7-ാമത്തെ വാക്യം വരെ Let's read that. നമുക്ക് അത് വായിക്കാം. പിന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, Yeah, let's read till verse 7. So. നീ ദൈവപുത്രൻ എങ്കിൽ താഴത്തോട്ട് ചാടുക, നിന്നെക്കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്റെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. The devil wants us to doubt the protection of God. പിശാചിന് ദൈവത്തിന്റെ സുരക്ഷിതത്തെ നാം സംശയിക്കണമെന്ന് ദൈവം When we ആഗ്രഹിക്കുകയാണ്. doubt the protection of God, we wander. നാം ദൈവത്തിന്റെ സുരക്ഷിതത്തെ നാം സംശയിക്കുമ്പോൾ നാം അലഞ്ഞു നടക്കുവാൻ തുടങ്ങും. And not only that, we want to protect ourselves, our reputation, our dignity, our image. അത് മാത്രമല്ല നാം ആഗ്രഹിക്കുന്നത് നമ്മുടെ സൽകീർത്തി, നമ്മുടേതായിട്ടുള്ള അഭിമാനം, ഇതെല്ലാം നാം സുരക്ഷിതമാക്കണം നാം ആഗ്രഹിക്കുന്നു. Sometimes we think, if I share this aspect of life, what will others think of me? നാം ചിലപ്പോൾ ചിന്തിക്കുന്നത്, ഞാൻ എൻ്റെ ജീവിതത്തിന്റെ ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ പങ്കുവെച്ചാൽ മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും? I am struggling for a job. എനിക്ക് ജോലി കിട്ടാൻ പ്രയാസമാണ്. If I share this, what will others think of me? ഞാൻ ഈ കാര്യം മറ്റുള്ളവരോട് പങ്കുവെച്ചാൽ അവർ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും? Satan was tempting Jesus to test if God would protect him. പിശാച് യേശുവിനെ പ്രലോഭിപ്പിക്കുകയാണ് ഇത് മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ സംശയിപ്പിക്കുവാൻ, അത് ദൈവം തന്നെ സൂക്ഷിക്കുമോ എന്നുള്ളത്. So we want to so he wants us to doubt God. അതുകൊണ്ട് പിശാച് ശ്രമിക്കുന്നത് യേശു എങ്ങനെയെങ്കിലും ദൈവത്തെ സംശയിക്കുമോ എന്നുള്ളതാണ്. Jesus refused to force God's protection. യേശു ക്രിസ്തു ഈ പിതാവിൻ്റെതായിട്ടുള്ള സുരക്ഷിതത്വം നിർബന്ധമാക്കിയില്ല. Jesus knew that God's protection was better than self-protection. യേശുവിനെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു ദൈവത്തിൻ്റെതായിട്ടുള്ള സുരക്ഷിതത്വമാകുന്നു തന്നെത്താൻ സൂക്ഷിക്കുന്നതിനേക്കാൾ മികച്ചത്. He was willing to trust God's word. ദൈവത്തിൻ്റെതായിട്ടുള്ള വാക്ക് അല്ലെങ്കിൽ വചനം അത് വിശ്വസിക്കുവാൻ യേശു ഒരുക്കമായിരുന്നു. Satan was tempting Jesus to do the spectacular. പിശാചാണെങ്കിലോ വലിയ ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് യേശുവിനെ താല്പര്യപ്പെടുത്തുകയാണ്. So it could be a launch pad into his ministry. തന്റെ ശുശ്രൂഷയിലേക്കുള്ള വലിയൊരു സ്റ്റെപ്പായിട്ടുള്ള രീതി. Jesus did not take that bait. യേശു ഒരിക്കലും ആ ഇരയിൽ ചൂണ്ടയിൽ കൊത്തിയില്ല. Hallelujah. 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 He knew that God's vindication was better than self vindication. യേശുവിനെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു ദൈവം ഉയർത്തുന്നതാകുന്നു, ദൈവം വെളിപ്പെടുത്തുന്നതാകുന്നു തന്നെത്താൻ ചെയ്യുന്നതിനേക്കാൾ മികച്ചത് എന്നുള്ളത്. Hallelujah. We should not try to protect ourselves നാം നമ്മെ തന്നെ സൂക്ഷിക്കുവാൻ ശ്രമിക്കരുത്. by faking ourselves. നമ്മെ തന്നെ തെറ്റായ രീതിയിൽ വെച്ചുകൊണ്ട് We should allow God to protect ourselves. ദൈവം നമ്മെ സൂക്ഷിക്കുവാനായിട്ട് നാം അനുവദിക്കണം. And we think that it is our duty to protect ourselves. നാം പലപ്പോഴും ചിന്തിക്കുന്നത് നമ്മെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. Oh, I need a better job. എനിക്ക് നല്ലൊരു ജോലി വേണം. I need to have a better security in life. എനിക്ക് ജീവിതത്തിൽ നല്ല സുരക്ഷിതത്വം If I വേണം. go to that nation and that make money, then I am protected. ഞാൻ ആ ദേശത്ത് ഇന്ന പണം ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് വളരെ നല്ല രീതിയിൽ സുരക്ഷിതത്വമുണ്ട്. Now, nothing wrong in thinking about higher career prospects. നല്ല രീതിയിൽ നല്ല മികച്ച ജോലി വേണമെന്ന് ചിന്തിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. But allow God to make that move for you. എന്നാൽ ദൈവം ആ ചലനം ഉണ്ടാക്കുവാൻ നിങ്ങൾ അനുവദിക്കുക. Hallelujah. ഹല്ലേലൂയ. Third is our desire for freedom. മൂന്നാമതായിട്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ആഗ്രഹം. Growing up in my younger years, എൻ്റെ ശൈശവത്തിൽ there was a band called Michael Learns to Rock. There was a band called Michael Learns to Rock. മൈക്കൽ ലേൺ സ്ട്രോക്ക് എന്ന് പറയുന്ന ഒരു ബാൻഡ് ഉണ്ടായിരുന്നു. And they have one famous song. അവർക്ക് വളരെ പ്രസിദ്ധമായിട്ടുള്ള പാട്ടുണ്ടായിരുന്നു. And I was singing that when I was a teenager. ഞാൻ ഒരു ടീനേജർ ആയിരുന്നപ്പോൾ ഞാൻ ഇതെല്ലാം പാടിക്കൊണ്ട് നടന്നു. It starts with the lyric, "In my search for freedom." In my search for freedom. എന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അന്വേഷണത്തിൽ എന്നാണ് അതിന്റെ തുടക്കം തന്നെ. I wanted to leave my house and go to a faraway place so that I am away from the clutches of my mother. അപ്പോൾ എങ്ങനെയെങ്കിലും വീട് വിട്ട് ദൂരോട്ട് പോയി എന്റെ അമ്മയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിരുന്നു ആഗ്രഹം. We go the wrong way when we desire freedom. നാം സ്വാതന്ത്ര്യം ആഗ്രഹിക്കുമ്പോൾ നാം തെറ്റായിട്ടുള്ള രീതിയിൽ നാം ചിന്തിക്കുന്നു. The reality is freedom is anyways a myth.
അപ്പോൾ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തന്നെ ഒരു മിഥ്യയാണ്. In the parable of the sheep that left the sheepfold, the sheep decided to wander away. ഈ ആടുകളുടേതായുള്ള ഉപമ എന്ന് പറയുന്നത്, ആ നഷ്ടപ്പെട്ട ആടിന്റെ ഉപമ എന്ന് പറയുന്നത്, ആ ആട് ഇങ്ങനെ കൂട്ടം വിട്ടു പോവുകയാണ്. But that sheep became a slave. It was caught up in a thicket. എന്നാൽ അത് എന്ന് പറയുന്ന കൂട്ടം വിട്ടു പോയപ്പോൾ ഒരു മുൾപടർപ്പിൽ അങ്ങ് കുടുങ്ങി നിൽക്കുകയാണ്. The lost son, he was lost and he became a slave. എന്നാൽ ആ നഷ്ടപ്പെട്ട മകൻ എന്ന് പറയുന്നത് താൻ ഒരു അടിമയായി മാറി. Freedom is a myth, because when you walk away from God's rule, you are stepping into somebody's rule. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു മിഥ്യയാണ്. കാരണം ദൈവത്തിൻ്റെതായിട്ടുള്ള കൽപ്പനയിൽ നിന്ന്, നിയമത്തിൽ നിന്ന് നിങ്ങൾ മാറി നടക്കുമ്പോൾ നിങ്ങൾ മറ്റാരുടെയോ നിയമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. We want freedom to do things our way. നമുക്ക് സ്വാതന്ത്ര്യം എന്തുകൊണ്ട് വേണം? കാരണം കാര്യങ്ങളെല്ലാം നമുക്ക് ഇഷ്ടമുള്ളതുപോലെ We want to freedom to pursue what others are pursuing, because we think that's good for me. നമുക്ക് സ്വാതന്ത്ര്യം വേണ്ടത് മറ്റുള്ളവർ ചെയ്യുന്നത് I want freedom to pursue what others are pursuing. മറ്റുള്ളവർ അന്വേഷിക്കുന്നത് തന്നെ അതിന്റെ പുറകെ പോകാൻ എനിക്ക് സ്വാതന്ത്ര്യം വേണം. But God may not be telling us that. എന്നാൽ ദൈവം അതല്ലായിരിക്കാം ഒരുപക്ഷെ നമ്മളോട് പറയുന്നു. And because of my desire for freedom, എന്നാൽ എനിക്ക് സ്വാതന്ത്ര്യം ആഗ്രഹമുള്ളത് കൊണ്ട് now suddenly my faith becomes a liability. പെട്ടെന്ന് വിശ്വാസം എനിക്ക് ഒരു ഭാരമായി മാറും. And many of us are not willing to surrender our rights. നമ്മിൽ പലരും നമ്മുടേതായിട്ടുള്ള അവകാശങ്ങളൊന്നും വിട്ടുകൊടുക്കുവാൻ നാം തയ്യാറല്ല. We have a right to reply when we are wrong. നമ്മളോട് തെറ്റായിട്ട് ആരെങ്കിലും പെരുമാറുമ്പോൾ എനിക്ക് മറുപടി പറയാനുള്ള അവസരമുണ്ട്, അല്ലെങ്കിൽ അവകാശമുണ്ട്. Our right to revenge. നമുക്ക് പ്രതികാരം ചെയ്യാനായിട്ടുള്ള അവകാശം. Our right to be heard. നമുക്ക് കേൾക്കപ്പെടുവാനുള്ള അവകാശം. We want to do things our way. നമുക്ക് കാര്യങ്ങളെല്ലാം നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യണം. We can't wait for God's way. ദൈവത്തിന്റെ വഴിക്ക് നമുക്ക് കാത്തു നിൽക്കുവാൻ സൗകര്യമില്ല. We don't want to trust God's way. നമുക്ക് ദൈവത്തിന്റെ വഴിയെ ആശ്രയിക്കുവാൻ താല്പര്യമില്ല. Therefore we think we have better way to do our things. അതുകൊണ്ട് നാം ചിന്തിക്കുകയാണ്, കാര്യങ്ങൾ ചെയ്യുവാനുള്ള മികച്ച വഴിയൊക്കെ എനിക്കറിയാം. When you think that God is not giving me freedom, ദൈവം സ്വാതന്ത്ര്യം തരുന്നില്ല എന്ന് ചിന്തിക്കുമ്പോൾ, we are actually thinking God is a sadistic who wants to curb our freedom. നാം ചിന്തിക്കുന്നത് എന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുവാൻ അത് ഇഷ്ടമുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്നാ ചിന്തിക്കുന്നത്. But I want you to know the truth. Freedom is a myth. എന്നാൽ നിങ്ങൾ ഈ സത്യം അറിയണമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്, ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതൊരു മിഥ്യയാണ്. Because if you are not under God's rule, you are under somebody's rule, the enemy's rule. കാരണം നിങ്ങൾ ദൈവത്തിന് കീഴിലല്ല എങ്കിൽ നിങ്ങൾ ആരുടെയോ ഭരണത്തിലാണ്, നിങ്ങൾ ശത്രുവിന്റെ ഭരണത്തിലാണ്. Freedom is found within God's will. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെതായുള്ള ഹിതത്തിൽ കാണപ്പെടുന്നു, not outside it. അത് ദൈവഹിതത്തിന് പുറത്തല്ല. How many of you have boundaries? You have gates in your compound. എത്ര പേർക്ക് നിങ്ങളുടേതായിട്ടുള്ള അതിർത്തിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കോമ്പൗണ്ടിലെല്ലാം ഗേറ്റുകളുണ്ട്? Will you open your gate all the time? എല്ലായ്പ്പോഴും നിങ്ങൾ അങ്ങനെ ഗേറ്റ് തുറന്നിട്ടിരിക്കുകയാണോ? Why you don't? Because you want to protect yourself. കാരണം നിങ്ങളെ തന്നെ സൂക്ഷിക്കുവാനായിട്ട് നിങ്ങൾ ആ ഗേറ്റ് വെച്ചിരിക്കും. And especially if there are kids in your home, you don't want your kid to leave your boundary. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഭവനത്തിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ അതിർത്തി വിട്ടു പോകുവാൻ നിങ്ങൾക്ക് താല്പര്യമില്ല. Freedom is found within God's house. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ദൈവഭവനത്തിന്റെ അകത്ത് കാണപ്പെടുന്നു. Tell yourself there is enough freedom in God's house. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, അല്ലെങ്കിൽ നിങ്ങളോട് തന്നെ പറഞ്ഞാട്ടെ, ദൈവഭവനത്തിൽ ആവശ്യത്തിന് സ്വാതന്ത്ര്യമുണ്ട്, not outside it. പുറത്തല്ല. No, the devil is successful in deceiving that thinking God's rules are quite sadistic. ദൈവത്തിൻ്റെതായിട്ടുള്ള ഭരണം അത് വളരെ പ്രയാസകരമാണ് എന്നുള്ള രീതിയിൽ പിശാച് പലരെയും ചിന്തിപ്പിച്ചു വെച്ചിരിക്കുന്നു. What is the antidote for the desire for freedom? എന്താണ് ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ആഗ്രഹത്തിന്റെ മറുമരുന്ന്? Is to love my father's house. അത് എന്ന് പറയുന്നത് ഈ പിതാവിന്റെ ഭവനത്തെ സ്നേഹിക്കുക. I love my father. എന്റെ പിതാവിനെ സ്നേഹിക്കുക. And I desire to do his will. ഈ പിതാവിന്റെ ഇഷ്ടം ഞാൻ ചെയ്യുവാൻ ആഗ്രഹിക്കുക. His will is better than mine. എന്റെ ഇഷ്ടത്തെക്കാൾ മികച്ചത് എന്റെ പിതാവിന്റെ ഇഷ്ടമാണ്. His boundary is good. പിതാവിന്റെ അതിർത്തി നല്ലതാണ്. Say that his boundary is good. പിതാവിന്റെ അതിർത്തി നല്ലതാണെന്ന് പറഞ്ഞാൽ. Say his will is good. പിതാവിന്റെ ഇഷ്ടം നല്ലതാണെന്ന് പറഞ്ഞാൽ. Hallelujah. 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 I want you to love the house of God. ഈ ദൈവ ഭവനത്തെ നിങ്ങൾ ഇഷ്ടപ്പെടുക. That will break the teeth of the enemy. അത് എന്ന് പറയുന്നത് ഈ ശത്രുവിന്റെ പല്ല് തകർക്കുന്നതാണ്. It will break the teeth of that temptation. അത് ആ പ്രലോഭനത്തിന്റെ പല്ല് തകർക്കും. That wants you to go out of God's will. അത് ദൈവത്തിൻ്റെതായിട്ടുള്ള ഹിതത്തിന് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നതാണ്. Hallelujah. Hallelujah. The fourth desire is our desire to exalt ourselves. നാലാമത്തേതായിട്ടുള്ള ആഗ്രഹം എന്ന് പറയുന്നത് സ്വയം ഉയരുവാനായിട്ടുള്ള ആഗ്രഹം. Now there Satan wanted to exalt himself and take God's place. പിശാചിനെ തന്നെത്താൻ ഉയർത്തി ദൈവത്തിന്റെ സ്ഥാനം എടുക്കുവാൻ ആഗ്രഹിച്ചു. Let's look into Matthew 4:8-10. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം.
പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്നൊരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. Satan loves to be exalted. പിശാചിന് തന്നെത്താൻ ഉയർത്തുവാൻ ഇഷ്ടമാണ്. And his desire is to be exalted. തന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഉയരത്തിലായിരിക്കുവാനുമാണ്. In other words, he loves to be the center of attraction. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ എല്ലാ ആകർഷണത്തിന്റെയും മധ്യത്തിലായിരിക്കുവാൻ തനിക്ക് വലിയ ഇഷ്ടമാണ്. And he will tempt us and also make us subtly exalt ourselves. അപ്പോൾ പിശാച് നമ്മയും എങ്ങനെയെങ്കിലും സ്വയം ഉയർത്തുന്നവരാക്കുവാൻ പതുക്കെ വശീകരിക്കും. We also have a desire to be the center of attraction. നമുക്കും ആഗ്രഹമുണ്ട് സകലത്തിന്റെ മധ്യത്തിൽ നാം ആയിരിക്കണം എന്നുള്ളത്. Center of attraction or center of attention. അല്ലെങ്കിൽ എല്ലാവരുടെയും ശ്രദ്ധയുടേതായിട്ടുള്ള ആ മധ്യത്തിലായിരിക്കുവാൻ. This temptation that Jesus had was actually a shortcut. ഈ പ്രലോഭനം എന്ന് പറയുന്നത് അത് ഒരു കുറുക്കു വഴിയായിരുന്നു. Jesus came for the whole of the world. യേശുക്രിസ്തു എന്ന് പറയുന്നത് ലോകത്തിന് വേണ്ടി മുഴുവൻ വന്നു. To reconcile the world back to the Father. ഈ ലോകത്തിനെ പിതാവിലേക്ക് നിരപ്പിക്കുവാനായി. And Satan is saying, you can be the king of this world, just take the shortcut, worship me. അപ്പോൾ പിശാച് പറയുകയാണ്, നിനക്ക് വേണമെങ്കിൽ ഈ ലോകത്തിന്റെ രാജാവായിരിക്കാം, പക്ഷേ ഈ കുറുക്കു വഴി എടുക്കുക. He offered the Messiah to fulfill his ministry through a shortcut. ഒരു കുറുക്കു വഴിയിലൂടെ മശിഹായ്ക്ക് തന്റെ ശുശ്രൂഷയിൽ നേടുവാൻ അല്ലെങ്കിൽ പൂർത്തീകരിക്കുവാനുള്ള ഒരു അവസരമാണ് പിശാച് കൊടുത്തത്. All of us has a desire to exalt ourselves. നമുക്ക് എല്ലാവർക്കും സ്വയം ഉയർത്തുവാനായിട്ടുള്ള ഒരു താല്പര്യമുണ്ട്. James and John wanted particular positions. യാക്കോബിനും യോഹന്നാനും പ്രത്യേകമായിട്ടുള്ള സ്ഥാനങ്ങൾ വേണമായിരുന്നു. They desired titles. അവർക്ക് പദവികൾ ആഗ്രഹമായിരുന്നു. You know, when we have a desire to exalt ourselves, നമുക്ക് നമ്മെ തന്നെ ഉയർത്തുവാൻ താല്പര്യമുള്ളപ്പോൾ, to take the best position, ഏറ്റവും മികച്ച സ്ഥാനം എടുക്കുവാൻ, to take the title, പദവികൾ എടുക്കുവാൻ, it is very important to have a right mindset. അത് ശരിയായിട്ടുള്ള മനസ്സിന്റെ മനോഭാവം ഉണ്ടാകേണ്ട ആവശ്യമാണ്. And what is that right mindset? എന്താണ് ശരിയായിട്ടുള്ള മനോഭാവം? It is to telling ourselves that we are not important, God is important. അത് നമ്മോട് തന്നെ പറയണം, ഞാനല്ല പ്രധാനം, ദൈവമാണ് പ്രധാനം. Say yourself, I am not important. നിങ്ങളോട് തന്നെ പറഞ്ഞാട്ടെ, ഞാൻ പ്രധാനമല്ല, God is important. ദൈവമാണ് പ്രധാനം. See, for God you are important. ദൈവത്തിന് നിങ്ങളാണ് പ്രധാനം. But when you try to exalt yourself, എന്നാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഉയർത്താൻ നോക്കുമ്പോൾ, that is the original sin of Satan. അത് പിശാചിന്റെ യഥാർത്ഥമായിട്ടുള്ള പാപമാണ്. He wanted to exalt himself. തനിക്ക് തന്നെത്താൻ ഉയർത്തണമെന്നുണ്ടായിരുന്നു. Hallelujah. Hallelujah. Godliness with contentment is great gain. ദൈവികതയോട് ചേർന്നുള്ളതായിട്ടുള്ള ആ തൃപ്തിയുടെ മനോഭാവം അത് നമുക്ക് വലിയ ആദായം കൊണ്ടുവരും. Don't desire to exalt yourself. നിങ്ങളെ തന്നെ ഉയർത്താൻ ശ്രമിക്കരുത്. Hallelujah. God will raise you up. ദൈവം നിങ്ങളെ ഉയർത്തും. Don't try to grab that promotion. ആ സ്ഥാനക്കയറ്റം നിങ്ങൾ പിടിച്ചു വാങ്ങിക്കരുത്. Don't try to step on somebody else and try to get up into your next position in your workplace. മറ്റാരെങ്കിലും ചവിട്ടി അടുത്ത സ്ഥാനത്തിലേക്ക് കയറുവാനൊന്നും നോക്കരുത്. See, when God promotes you, ദൈവം നിങ്ങളെ ഉയർത്തുമ്പോൾ no man, no office can stop that. ഒരു ഓഫീസിനും ഒരു മനുഷ്യനും അത് തടുക്കുവാൻ കഴിയുകയില്ല. Nobody can stop that. ഒരു മനുഷ്യനും അത് തടുക്കുവാൻ But കഴിയുകയില്ല. when you try to do it, എന്നാൽ നിങ്ങൾ അത് ചെയ്യാൻ നോക്കുമ്പോൾ, you are trying to do a battle നിങ്ങൾ ഒരു യുദ്ധത്തിലേക്ക് കയറും. that you may get that. അത് നിങ്ങൾ അത് ലഭിക്കുമ്പോൾ, But in the end, you will end up away from God. എന്നാൽ അത് ലഭിച്ചു കഴിഞ്ഞാലും കുറെ കഴിയുമ്പോൾ നിങ്ങൾ എത്രയോ ദൂരത്തിലായി. But when God raises you up, എന്നാൽ ദൈവം നിങ്ങളെ ഉയർത്തുമ്പോൾ, when God desired to raise David, ദൈവം ദാവീദിനെ ഉയർത്തുവാൻ തീരുമാനിച്ചു. all his 6 brothers and his father failed. തന്റെ സഹോദരങ്ങളും തന്റെ പിതാവും തോറ്റു. God saw to it that he is anointed. ദൈവം അത് ഉറപ്പാക്കി താൻ അഭിഷേകം The ചെയ്യപ്പെട്ടിരിക്കുന്നു. mighty man of God Samuel said, I will not sit down until David comes. അപ്പോൾ അവിടെ ശമൂവേൽ, ദൈവത്തിൻ്റെതായിട്ടുള്ള ശക്തമായി ഉപയോഗിക്കുന്ന ആ പ്രവാചകൻ ശമൂവേൽ പറയുകയാണ്, ദാവീദ് വരുന്നത് വരെ ഇനി നമുക്ക് ആർക്കും ഇരിക്കണ്ട. Say to yourself, my promotion is in God's hand. പറഞ്ഞാട്ടെ, നിങ്ങളോട് തന്നെ പറഞ്ഞാട്ടെ, എന്റെ സ്ഥാനക്കയറ്റം, എന്റെ ഉയർച്ച ദൈവത്തിന്റെ കരങ്ങളിലാണ്. Put your hands onto your head or to your heart and say, my next level belongs to God. എന്റെ അടുത്ത ലെവൽ അത് ദൈവത്തിലാണ് എന്ന് പറഞ്ഞാൽ, Hallelujah. Don't try to grab. അത് നിങ്ങൾ പിടിച്ചു വാങ്ങിക്കാൻ നോക്കരുത്. The 5th desire അഞ്ചാമത്തെ ആഗ്രഹം is our desire for approval and recognition. നമുക്ക് അംഗീകാരം ലഭിക്കുവാനായിട്ടുള്ള ആഗ്രഹം. Because of the lack of time, I'm not going into the scripture. അതിൻ്റെതായിട്ടുള്ള വേദഭാഗത്തിലേക്ക് പോകുന്നില്ല. 1 Samuel 15:10-25. 1 ശമൂവേൽ 10 മുതൽ 25 വരെ പറയുന്നത്, The Bible talks about King Saul. അത് ശൗൽ രാജാവിനെ
സാവൂലിനെ കുറിച്ച് പറയുകയാണ്. King Saul disobeyed God because he wanted to please the people. വ്യക്തികളെ താല്പര്യപ്പെടുത്തുവാനായിട്ട് സന്തോഷിപ്പിക്കുവാനായിട്ട് ശൗൽ രാജാവ് ദൈവത്തെ അനുസരിച്ചില്ല. In verse 24 he says, I have sinned because I feared the people and obeyed their voice. അവിടെ ശൗൽ പറയുകയാണ്, അതായത് ഞാൻ തെറ്റു കാണിച്ചത് അല്ലെങ്കിൽ അനുസരണക്കേട് കാണിച്ചത് ഞാൻ വ്യക്തികളെ സന്തോഷിപ്പിക്കാൻ അല്ലെങ്കിൽ അവരെ ഭയപ്പെട്ട് അവരുടെ ശബ്ദം ഞാൻ അനുസരിച്ചു. Are we trying to please God or please man? നാം വ്യക്തികളെ സന്തോഷിപ്പിക്കാനാണോ നോക്കുന്നത് അതോ നാം ദൈവത്തെ സന്തോഷിപ്പിക്കാനാണോ നോക്കുന്നത്? If you are a people pleaser, your desires will always be people pleasing. നിങ്ങൾ വ്യക്തികളെ സന്തോഷിപ്പിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം എപ്പോഴും വ്യക്തികളെ സന്തോഷിപ്പിക്കാനായിരിക്കും. So it is very easy for the devil, he will come and tempt you to with people pleasing desires. അതുകൊണ്ട് വളരെ എളുപ്പമാണ് പിശാച് വന്ന് എങ്ങനെ വ്യക്തികളെ സന്തോഷിപ്പിക്കാം എന്നുള്ള ആഗ്രഹങ്ങളെല്ലാം പ്രലോഭനമായിട്ട് നൽകും. People pleasing can also be God displeasing. വ്യക്തികളെ സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ അത് ദൈവത്തെ സന്തോഷിപ്പിക്കാതിരിക്കുന്ന രീതിയിലുമാകാം. So sometimes our desire can be people pleasing. അതുകൊണ്ട് ചില സമയത്ത് നമ്മുടെ ആഗ്രഹങ്ങൾ വ്യക്തികളെ സന്തോഷിപ്പിക്കാനാകാം. We want people to recognize us. വ്യക്തികൾ നമ്മെ മനസ്സിലാക്കുവാനായിട്ട്. And therefore അതുകൊണ്ട് we fall into the bait of the enemy. നാം പിശാചിന്റേതായിട്ടുള്ള ആ ചൂണ്ടയിലേക്ക് നാം കുത്തുന്നു. King Saul lost his kingdom because he was a people pleaser. ശൗൽ രാജാവിന് തന്റേതായിട്ടുള്ള രാജ്യം നഷ്ടമായത് താൻ വ്യക്തികളെ സന്തോഷിപ്പിക്കാൻ തീരുമാനിച്ചതുകൊണ്ടാണ്. Because he people pleased, he disobeyed God. ദൈവത്തെ താൻ അനുസരണക്കേട് ദൈവത്തോട് കാണിച്ചുകൊണ്ട് താൻ വ്യക്തികളെ സന്തോഷിപ്പിക്കാൻ തീരുമാനിച്ചു. The next one is our desire for control. അടുത്തതായിട്ട് നിയന്ത്രിക്കുവാനായിട്ടുള്ള ആഗ്രഹം. Control can be subtle but a dangerous desire. നിയന്ത്രിക്കുക എന്ന് പറയുന്നത് അത് വളരെ ചെറുതായി തോന്നാം, എന്നാൽ വളരെ ആപത്തുള്ളതായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. When we want to be in charge of outcomes, people of future, we often take the place of God. മറ്റു വ്യക്തികൾ നമ്മുടെ ഭാവി അല്ലെങ്കിൽ ചില കാര്യങ്ങളുടെ ഫലം ഇതിന്റെ എല്ലാം നിയന്ത്രിക്കുവാൻ നാം നോക്കുമ്പോൾ നാം ദൈവത്തിന്റെ സ്ഥാനമായി എടുക്കാൻ ശ്രമിക്കുന്നു. The more we crave control, the less we are able to surrender. എത്ര അധികം നാം ഈ നിയന്ത്രണം ആഗ്രഹിക്കുന്നുവോ അത്ര വളരെ കുറച്ച് മാത്രമേ നമുക്ക് സമർപ്പിക്കുവാൻ കഴിയൂ. We get angry because we don't have control. നമുക്ക് ദേഷ്യം വരുന്നത് പലപ്പോഴും നമുക്ക് നിയന്ത്രിക്കുവാൻ കഴിയാത്തത് കൊണ്ടാണ്. Genesis 4:6-8 ഉൽപ്പത്തി പുസ്തകത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നാം നോക്കുമ്പോൾ God said to Cain, Cain, why are you angry? Why has your countenance fallen? അവിടെ യഹോവ കയീനോട് ചോദിക്കുകയാണ്, നീ കോപിക്കുന്നത് എന്തിന്, നിന്റെ മുഖം വാടുന്നതും എന്ത്? He was angry because his sacrifice was rejected. കാരണം തനിക്ക് ദേഷ്യം വന്നു, കോപം വന്നു, തന്റേതായിട്ടുള്ള യാഗത്തെ കർത്താവ് അതിൽ സന്തോഷിച്ചില്ല. He wanted control. തനിക്ക് നിയന്ത്രണം ആവശ്യമായിരുന്നു. But God is giving him a warning. എന്നാൽ ദൈവം തനിക്കൊരു താക്കീത് The നൽകുകയാണ്. Bible says sin is lying at your door, Cain. തിരുവചനം എങ്ങനെ പറയുകയാണ്, ദൈവം പറയുന്നു, നിന്റെ ആഗ്രഹം നിങ്കലേക്കാകും, നീ പാപം വാതിൽക്കൽ കിടക്കുന്നു. His desire is for you. അതിന്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു. Cain was angry, wanting control. കയീനാണെങ്കിലോ ആ നിയന്ത്രണം ലഭിക്കാതെ വണ്ണം താൻ ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്നു. Instead of mastering in his anger, he gave into that anger and killed his brother. ആ കോപത്തെ ജയിക്കുന്നതിന് പകരം താൻ തന്നെ കോപത്തിന് നൽകിക്കൊണ്ട് തന്റെ സഹോദരനെ കൊന്നു. You know, God reveals a truth to Cain. Sin wants to control you, but you must master it. ദൈവം കയീന് ഒരു വലിയ സത്യം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. പാപത്തിന്റെ ആഗ്രഹം നിന്നെ കീഴടക്കുവാനാകുന്നു, എന്നാൽ നീയോ അതിനെ ജയിക്കണമെന്ന് പറയുകയാണ്. He did not like the fact that his sacrifice was rejected, therefore he craved control by being angry. തന്റേതായിട്ടുള്ള ആ യാഗത്തെ യഹോവ തിരസ്കരിച്ചത് തനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ആ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ താൻ ആഗ്രഹിച്ചിരിക്കുകയാണ്. He refused to surrender. തനിക്ക് കീഴ്പ്പെടുവാൻ താല്പര്യമില്ലായിരുന്നു. Hallelujah. Hallelujah. What is the antidote for the desire for control? എന്താണ് നിയന്ത്രിക്കുവാനായിട്ടുള്ള ആഗ്രഹത്തിന്റെ മറുമരുന്ന്? You know, when you raise children, you understand that things are not under your control. നാം കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ നാം മനസ്സിലാക്കുന്നു കാര്യങ്ങളെല്ലാം നമ്മുടെ കൈപ്പിടിയിലല്ല. It is important, very important to think that I want to surrender my heart to God. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് എന്റെ ഹൃദയത്തെ നാം ദൈവമുമ്പാകെ നാം വിധേയപ്പെടുത്തണം. Trust in the Lord. കർത്താവിൽ ആശ്രയിക്കുക. Psalm 46:10. സങ്കീർത്തനം 46:10. See, be still and know that He is God. മിണ്ടാതിരുന്ന് ഞാൻ യഹോവയെന്ന് അറിഞ്ഞുകൊള്ളുക. Hallelujah. Hallelujah. When people don't obey you, നിങ്ങളെ വ്യക്തികൾ when അനുസരിക്കാതിരിക്കുമ്പോൾ, people hurt you, വ്യക്തികൾ നിങ്ങളെ you ഉപദ്രവിക്കുമ്പോൾ would want to get back at them. നിങ്ങൾ ഒരുപക്ഷെ തിരിച്ചു പറയുവാൻ That is ആഗ്രഹിക്കുന്നുണ്ടാകാം. because things are not moving under your control. കാരണം അത് നിങ്ങളുടെ നിയന്ത്രണത്തിൽ അല്ലാത്തത് കൊണ്ട്. What should you do when things are like that? അങ്ങനെ കാര്യങ്ങളായിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? Instead of taking things in your hand like how Cain took, കയീൻ ചെയ്തതുപോലെ കാര്യങ്ങൾ കയ്യിലേക്ക് എടുക്കാതെ it is important to raise hands to God and say, I want to be still and know that you are God. കരങ്ങൾ ദൈവത്തിങ്കിലേക്ക് ഉയർത്തി നിങ്ങൾ പറയണം, കർത്താവേ ഞാൻ മിണ്ടാതെ
മിണ്ടാതിരുന്ന് അങ്ങ് യഹോവ എന്ന് അറിയട്ടെ. Hallelujah. ഹല്ലേലൂയ. Hallelujah. Hallelujah. Be still and know that He is God. മിണ്ടാതിരുന്ന് ദൈവം ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. Hallelujah. Hallelujah. In your desire for control, we often tell things that come to our mouth. നാം പലപ്പോഴും നിയന്ത്രിക്കുവാനുള്ള താല്പര്യത്തിൽ നമ്മുടെ വായിൽ വരുന്നതെല്ലാം നാം അങ്ങ് പറയും. Be still and know that He is God. നിങ്ങൾ മിണ്ടാതിരുന്ന് ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. Don't open your mouth and sin. നിങ്ങൾ വാ തുറന്ന് നിങ്ങൾ പാപം ചെയ്യരുത്. Just let's enter His presence. നമുക്ക് ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് Enter His rest when you have that control. നിങ്ങൾക്ക് അങ്ങനെ ആ ഒരു ബുദ്ധിമുട്ട് തോന്നുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കും. Hallelujah. Hallelujah. The next desire is a desire for comfort. അടുത്തതായിട്ടുള്ള ആഗ്രഹം എന്ന് പറയുന്നത് സൗകര്യത്തിനായിട്ടുള്ള ആഗ്രഹം. Temptation always offers the easy way out. പ്രലോഭനം എല്ലായ്പ്പോഴും കുറുക്കുവഴിയാണ് നൽകുന്നത്. Matthew 7:13-14. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ. This is a scripture that really spoke into my life. ഇത് വളരെ ശക്തമായ എൻ്റെ ജീവിതത്തിലേക്ക് സംസാരിച്ചതായിട്ടുള്ള ദൈവവാക്യങ്ങളാണ്. Because in the early Christian life, I thought that everything is going to be smooth. അപ്പോൾ എൻ്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആദ്യ വർഷങ്ങളിൽ ഞാൻ ചിന്തിച്ചത് എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പമായിട്ട് നടക്കും. But the Bible says, enter by the narrow gate. ഇടുക്കുവാതിലൂടെ അകത്തു കടപ്പെന്ന് തിരുവചനം പറയുക. The gate is wide and the way is broad that leads to destruction. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവുമാകുന്നു. And many go into it. അതിൽ കൂടെ കടക്കുന്നവർ അനേകരുമാകുന്നു. Because narrow is the gate and difficult is the way that leads to life. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും ഉള്ളത്. And few find it. അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. Hallelujah. Hallelujah. We have a desire for comfort. നമുക്ക് സൗകര്യത്തിനെ കുറിച്ചുള്ള ഒരു ആഗ്രഹമുണ്ട്. We love that broad gate, the highway. നമുക്ക് ആ ഹൈവേ അല്ലെങ്കിൽ വിശാലമായിട്ടുള്ള വഴി ഇഷ്ടമാണ്. But the life of God, the way that leads to the life of God is narrow, and the Bible says it is difficult. എന്നാൽ ദൈവം പറഞ്ഞിരിക്കുന്ന ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ അത് ഇടുക്കവും വഴി ഞെരുക്കവും ഉള്ളത്. Hallelujah. Hallelujah. We have a desire for comfort. അതുകൊണ്ട് സൗകര്യത്തിലായിരിക്കുവാനുള്ള ആഗ്രഹം നമുക്കുണ്ട്. People who are lazy have a desire for comfort. മടിയന്മാർക്ക് നമുക്ക് അങ്ങനെ അപ്രകാരം സൗകര്യത്തിലായിരിക്കുവാൻ വലിയ ആഗ്രഹമാണ്. Addictions, you have a desire for comfort. അപ്രകാരം ആസക്തിയിലായിരിക്കുന്നവർക്ക് അങ്ങനെ സൗകര്യത്തിലായിരിക്കുവാൻ വലിയ ആഗ്രഹമാണ്. If you look in the parable of sows, it talk about the pleasures of life. വിതയ്ക്കുന്നവരുടേതായിട്ടുള്ള ആ ഉപമ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ പറയുന്നത് ജീവിതത്തിൻ്റെതായിട്ടുള്ള സുഖങ്ങളെ കുറിച്ച് പറയുക. Our desire for comfort is a hotbed for temptation. നമുക്ക് സൗകര്യത്തെ കുറിച്ചുള്ള ആഗ്രഹം എന്ന് പറയുന്നത് പ്രലോഭനത്തിന് പറ്റിയ ഒരു മെത്തയാണ്. Because on Sunday morning it is raining, I don't want to go to church. ഞായറാഴ്ച രാവിലെ മഴ പെയ്യുന്നു, എനിക്ക് വരണ്ട. But Monday morning it's raining, you want to go to office, that's okay. എന്നാൽ തിങ്കളാഴ്ച രാവിലെ മഴ പെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് ഓഫീസിൽ പോകണം. That's fine. അതിന് കുഴപ്പമില്ല. Because I have a boss waiting there. കാരണം അവിടെ എന്നെ കാത്തിരിക്കുന്ന ഒരു ബോസ് ഉണ്ട്. But there is a big boss here too. എന്നാൽ ഇവിടെയും ഒരു വലിയ ബോസ് ഉണ്ട്. The boss of all bosses. എല്ലാ ബോസുമാരുടെയും ബോസ്. Hallelujah. Hallelujah. We should not have a desire for comfort. അതുകൊണ്ട് സൗകര്യത്തിന് വേണ്ടിയുള്ള ഒരു ആഗ്രഹം നമുക്ക് ഉണ്ടാകരുത്. Hallelujah. Hallelujah. Lack of time, just quickly going to the next one, our desire for power. അധികാരത്തിന് വേണ്ടി അല്ലെങ്കിൽ ശക്തിക്ക് വേണ്ടിയുള്ള ആഗ്രഹം. Or a desire for significance. അല്ലെങ്കിൽ പ്രാമുഖ്യത്തിന് വേണ്ടി പ്രസക്തിക്ക് വേണ്ടിയുള്ള ആഗ്രഹം. The devil tempts us to choose platform over purpose. പിശാച് പലപ്പോഴും നമ്മളെ താല്പര്യപ്പെടുന്നത് പദ്ധതിയേക്കാൾ ഉപരിയായിട്ട് വേദികൾ തിരഞ്ഞെടുക്കുക. Our desire for preeminence. നമുക്ക് പ്രത്യേകമായിട്ടുള്ള പ്രസക്തി വേണമെന്നുള്ളത്. Hallelujah. We should beware of taking or demanding preeminence. നാം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നാം ഇങ്ങനെ പ്രസക്തി ചോദിക്കുകയും മേടിക്കുകയും നിർബന്ധിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് പ്രത്യേകം ശ്രദ്ധിക്കുവാൻ. 3 John chapter 1 verse 9, I wrote to the church by Diotrephes, who loves to have preeminence among them, does not receive us. 3 യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ verse 9. 9 മുതലുള്ള വാക്യങ്ങൾ നാം നോക്കുമ്പോൾ, സഭയ്ക്ക് ഞാൻ ഒന്ന് എഴുതിയിരിക്കുന്നു, എങ്കിലും അവരിൽ പ്രധാനിയാകുവാൻ ആഗ്രഹിക്കുന്ന ദിയോത്രഫസ് ഞങ്ങളെ കൂട്ടാക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ വന്നാൽ that's enough. See, he loves to have preeminence. അവന് പ്രധാനിയാകുവാൻ ആഗ്രഹമാണ്. He refused to acknowledge the authority of Apostle John. അപ്പോസ്തലനായിട്ടുള്ള യോഹന്നാന്റേതായിട്ടുള്ള ആ അധികാരത്തെ കൂട്ടാക്കുവാൻ താൻ താല്പര്യപ്പെടുന്നില്ല. He wanted to take preeminence. തനിക്ക് പ്രധാനിയാകണം. He wanted to have a life of significance. തനിക്ക് ആ പ്രാധാന്യമുള്ള ജീവിതം വേണം. Nothing wrong in thinking that my life should be significant. എന്റെ ജീവിതം അതിന് പ്രാധാന്യം വേണമെന്ന് ചിന്തിക്കുന്നതിന് തെറ്റൊന്നുമില്ല. But who is the center of our lives? എന്നാൽ നമ്മുടെ ജീവിതത്തിൽ
ജീവിതത്തിന്റെ മുഖ്യമായിട്ടുള്ള ആ മധ്യഭാഗം ആർക്കാണ്? I want to say Jesus is the center of our life. യേശുവാകുന്നു നമ്മുടെ ജീവിതത്തിന്റെ മധ്യഭാഗം എടുക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. Hallelujah. Thank you, Lord. നന്ദി കർത്താവേ. Thank you, Father. നന്ദി പിതാവേ. Let's just close our eyes in prayer. നമുക്ക് പ്രാർത്ഥനയിൽ കണ്ണുകളെ അടയ്ക്കാം. Father, we pray, Father. പിതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. We want to submit all our desires to God. ഞങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഞങ്ങൾ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. Every desire, എല്ലാ ആഗ്രഹങ്ങളും, the desire for success, വിജയിക്കുവാനുള്ള ആഗ്രഹം, the desire to exalt ourselves, ഞങ്ങളെ തന്നെ ഉയർത്തുവാനുള്ള the ആഗ്രഹം, desire for freedom, provision, സ്വാതന്ത്ര്യത്തിന് വേണ്ടി we കരുതപ്പെടുവാനായുള്ള surrender at the foot of the cross. എല്ലാം ഞങ്ങൾ ക്രൂശിന്റെ പാദപീഠത്തിൽ വെക്കുന്നു. Hallelujah. ഹല്ലേലൂയ. Father, we break every lie that the enemy has been speaking. പിതാവേ, ശത്രു പറയുന്നതായുള്ള എല്ലാ നുണകളും ഞങ്ങൾ തകർക്കുന്നു. Hallelujah. ഹല്ലേലൂയ. We come before you, Lord, today. ഞങ്ങൾ അങ്ങയുടെ മുമ്പാകെ വരുന്നു. We seek your face, Father. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ മുഖം അന്വേഷിക്കുന്നു. We look at your face today morning. ഞങ്ങൾ ഇന്ന് തിരുമുഖത്തേക്ക് നോക്കുന്നു. Change our hearts, Lord. ഞങ്ങളുടെ ഹൃദയത്തെ മാറ്റണം. Change our hearts, Lord. ഞങ്ങളുടെ ഹൃദയത്തെ മാറ്റണം. Change our hearts, Lord. ഞങ്ങളുടെ ഹൃദയത്തെ മാറ്റണം. The deep desires, ആഴത്തിലുള്ള ആഗ്രഹങ്ങൾ, let that be changed with God's desires. അത് ദൈവിക ആഗ്രഹങ്ങളാൽ Tell yourself, മാറപ്പെടട്ടെ. God, I want to put your desires in me. നിങ്ങൾ തന്നെ പറഞ്ഞാട്ടെ, കർത്താവേ, അങ്ങയുടെ ആഗ്രഹങ്ങൾ എനിക്ക് അകത്തിടണം. Your desires in me, Lord. അങ്ങയുടെ ആഗ്രഹങ്ങൾ എന്റെ അകത്ത്. Hallelujah. ഹല്ലേലൂയ. You know, one of God's desire ദൈവത്തിന്റെ ഒരു ആഗ്രഹം എന്ന് is പറയുന്നത് for you and me to hunger and thirst for righteousness. ഞാനും നിങ്ങളും നീതിക്ക് വേണ്ടി നാം വിശക്കുമെന്നാണ്. The Bible says, blessed is the man who hungers and thirsts for righteousness, he shall be filled. തിരുവചനം പറയുന്നത് നീതിക്ക് വേണ്ടി വിശക്കുന്നവൻ ഭാഗ്യവാൻ, അവർ തൃപ്തരാകും എന്നാ പറയുന്നത്. Hallelujah. Can you hunger for God today morning? ഇന്ന് ദൈവത്തിന് വേണ്ടി നിങ്ങൾക്ക് വിശക്കുവാൻ കഴിയുമോ? Hallelujah. Can you hunger for God? ദൈവത്തിന് വേണ്ടി വിശക്കുവാൻ കഴിയുമോ? Thank you, Lord. Any of you are struggling with something, ആരെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ ഭാരപ്പെടുന്നുവെങ്കിൽ please don't look around. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്. If any of these desires, ഏതെങ്കിലും ഈ കാര്യങ്ങളാൽ നിങ്ങൾ ഭാരപ്പെടുന്നുവെങ്കിൽ if you want to raise your hands, you can just raise it up. നിങ്ങളുടെ കരങ്ങൾ വേണമെങ്കിൽ ഉയർത്താം. You want to come to a friend, we can pray for you. നിങ്ങൾക്ക് മുന്നോട്ട് വരണമെങ്കിൽ വന്നാൽ പ്രാർത്ഥിക്കാം. Hallelujah. ഹല്ലേലൂയ. Just humble down. Hallelujah. താഴ്മപ്പെട്ട്. You don't need to exalt. You know, our desire is to exalt ourselves. പലപ്പോഴും നാം ചിന്തിക്കുന്നത് നമ്മെ തന്നെ ഉയർത്തണമെന്നാണ്. God wants us to be humble. എന്നാൽ ദൈവത്തിന് ആഗ്രഹം നാം താഴ്മപ്പെടണമെന്നാണ്. Hallelujah. ഹല്ലേലൂയ. I want all of us to raise our hands. Can we all rise up? എല്ലാവരും എഴുന്നേറ്റ് നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി. I want all of us to do an act നാം എല്ലാവരും ഒരു പ്രവൃത്തി ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. where we are giving our desires to God. നമ്മുടെ ആഗ്രഹങ്ങളെ ദൈവത്തിന് കൊടുക്കുന്നത് And we പോലെ want to get God's desires inside us. അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ ആഗ്രഹങ്ങൾ അകത്തേക്ക് വരുവാൻ. I want all of you to go home and continue to give your desires and receive God's desires. നിങ്ങൾ തിരിച്ച് ഭവനത്തിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ പോയി നിങ്ങളുടെ ആഗ്രഹങ്ങൾ ദൈവത്തിന് കൊടുത്ത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് നിങ്ങൾ തുടർച്ചയാതെ ചെയ്യണം. You know, David talks about Psalm 51 where he comes to repent before God. ദാവീദ് സങ്കീർത്തനം 51-ൽ താൻ ദൈവമുമ്പാകെ അനുതപിക്കുവാൻ കടന്നു And വരികയാണ്. he says something like this. താൻ ഇപ്രകാരം പറയുകയാണ്, God, you desire truth in the inmost place. കർത്താവേ, എന്റെ അന്തരംഗത്തിൽ ഞാൻ സത്യം ആഗ്രഹിക്കട്ടെ. In the hidden places you desire truth. കർത്താവേ, എന്റെ രഹസ്യ സ്ഥലങ്ങളിൽ ഞാൻ സത്യം ആഗ്രഹിക്കട്ടെ. There are some hidden places in our heart എന്റെ ഹൃദയത്തിന്റെ അകത്ത് ചില രഹസ്യ സ്ഥലങ്ങളുണ്ട്. where there are, you know, the desires could be hidden. അവിടെ ആഗ്രഹങ്ങളെല്ലാം രഹസ്യമായിരിക്കുന്നു. Psalm 51. സങ്കീർത്തനം 51. God says that there should be a truth in the hidden places. ദൈവം പറയുകയാണ് ഈ രഹസ്യ സ്ഥലങ്ങളിൽ സത്യമുണ്ടായിരിക്കും. Psalm 51 verse 6. സങ്കീർത്തനം 51:6 ഇങ്ങനെ പറയുകയാണ്, Behold, you desire truth in the inward parts. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നു. And in that hidden part, you will make me know wisdom. അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. So on the outside, these desires may not be there. പുറത്ത് ഈ ആഗ്രഹങ്ങൾ But കാണുകയില്ലായിരിക്കും. there are some hidden parts in the heart എന്നാൽ ഹൃദയത്തിന്റെ അന്തർഭാഗങ്ങളുണ്ട്. where these desires could be hidden there. അവിടെ ഈ ആഗ്രഹങ്ങളെല്ലാം രഹസ്യമാക്കി And വെച്ചിരിക്കുന്നു. today I want to pray. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, Lord, we give all the desires. കർത്താവേ, ഞങ്ങൾ എല്ലാ ആഗ്രഹങ്ങളും, Just raise both of your hands to heaven. എല്ലാ ആഗ്രഹങ്ങളും നിങ്ങളുടെ രണ്ട് കരങ്ങളും God, I സ്വർഗ്ഗത്തിലേക്ക് give all my desires. കർത്താവേ, എന്റെ എല്ലാ ആഗ്രഹങ്ങളും, All desires of the heart,
ഹൃദയത്തിന്റെ of ആഗ്രഹങ്ങൾ, the hidden places, രഹസ്യ of സ്ഥലങ്ങളിലുള്ള all the secret places, എല്ലാ രഹസ്യ I സ്ഥലങ്ങളിലുള്ള give it to you, Lord. ഞാൻ അങ്ങേക്ക് നൽകുന്നു കർത്താവേ. Lord, when the enemy comes to tempt me, പിശാച് എന്നെ പ്രലോഭിപ്പിക്കുവാൻ വരുമ്പോൾ he will have nothing in me. പിശാചിന് ഒന്നും എന്നിൽ He കാണുകയില്ല. will have nothing in me to tempt with. എന്നെ പ്രലോഭിപ്പിക്കുവാൻ ഒന്നും കാണുകയില്ല. Hallelujah. Hallelujah. Nothing in me to tempt. എന്നെ പ്രലോഭിപ്പിക്കുവാൻ തക്കവണ്ണം ഒന്നും എന്നിൽ And I will കാണുകയില്ല. walk in freedom. ഞാൻ സ്വാതന്ത്ര്യത്തിൽ നടക്കും. Completely, Lord. പൂർണ്ണമായിട്ടുള്ളത്, Wholesomely, Lord. പൂർണ്ണമായിട്ടുള്ളത്, Full freedom. മുഴുവൻ സ്വാതന്ത്ര്യം In Jesus' name. യേശുവിന്റെ I നാമത്തിൽ give everything from my heart to you, Lord. എന്റെ ഹൃദയത്തിലെ സകലതും ഞാൻ യേശുവിനായി നൽകുന്നു. And I receive from you. ഞാൻ അങ്ങിൽ നിന്ന് To സ്വീകരിക്കുന്നു. hunger after your presence. അങ്ങയുടെ സാന്നിധ്യത്തിന് പുറകെ വിശക്കുവാൻ, To live in your word. അങ്ങയുടെ വചനത്തിൽ ജീവിപ്പാൻ, To live empowered by the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ ബലപ്പെട്ട് ജീവിപ്പാൻ. Hallelujah. ഹല്ലേലൂയ. We receive that. ഞങ്ങളത് സ്വീകരിക്കുന്നു In Jesus' name. യേശുവിന്റെ നാമത്തിൽ. സ്നേഹിപ്പാ ഞാനിനി പോകുമോ പാപത്തെ സ്നേഹിപ്പാ ഞാനിനി പോകുമോ ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി പാപത്തിൻ ശോധന ഭീമമായി വരുമ്പോ പാപത്തിൻ ശോധന ഭീമമായി വരുമ്പോ ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. Before we come to the Lord's table, I just want to declare the scripture. കർത്തൃമേശയുടെ സമയത്തിലേക്ക് നാം വരുന്നതിന് മുമ്പാകെ ഈ വാക്യം ഞാൻ പ്രഖ്യാപിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. Hebrews 2 verse 16 to 18. എബ്രായ ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. The Bible says, for indeed he does not give aid to angels, but he does give aid to the seed of Abraham. Therefore in all things he had to be made like his brethren, that he might be a merciful and faithful high priest in things pertaining to God, to make propitiation for the sins of the people. For in that he himself has suffered, being tempted, he is able to aid those who are tempted. ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുവാനത്രേ അവൻ വന്നത്. അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന് സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകും. The Bible says Jesus, because he was tempted, he's able to aid those who are being tempted. തിരുവചനം പറയുകയാണ്, യേശുക്രിസ്തു പ്രലോഭനത്തിലൂടെ കടന്നു പോയതുകൊണ്ട് അപ്രകാരമുള്ള സാഹചര്യത്തിലേക്ക് അതിലൂടെ കടക്കുന്നവരെ സഹായിക്കുവാൻ കഴിവുള്ള ദൈവമാകും. How many of you are being tempted in some way or the other? എത്ര പേർ ഏതെങ്കിലും രീതിയിലൊക്കെ പ്രലോഭിപ്പിക്കപ്പെട്ടിട്ടുണ്ട്? I want to let you know there is good news. Jesus is able to help. ഞാൻ ഒരു നല്ല വാർത്ത നിങ്ങളോട് പറയുകയാണ്, യേശുവിന് നിങ്ങളെ സഹായിക്കുവാൻ കഴിയും. Hallelujah. ഹല്ലേലൂയ. Last week we heard the message of the Holy Spirit. കഴിഞ്ഞ ആഴ്ച നാം പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടു. Before that we saw about the resurrection power. അതിനു മുമ്പാകെ നാം ഉയർപ്പിന്റെ ശക്തിയെ കുറിച്ച് നാം കേട്ടു.
Today, Jesus wants to help us through the Holy Spirit and through the powerful Word of God. ഇന്ന് യേശുക്രിസ്തു പരിശുദ്ധാത്മാവിലൂടെയും ശക്തമായിട്ടുള്ള ദൈവവചനത്തിലൂടെയും നമ്മെ സഹായിക്കുവാൻ ആഗ്രഹിക്കുന്നു. Without the Holy Spirit and the Word of God, it is impossible to overcome temptation. പരിശുദ്ധാത്മാവും അതോടൊപ്പം തന്നെ ദൈവവചനവും ഇല്ലാതെ നമുക്ക് പ്രലോഭനത്തെ ജയിക്കുവാൻ കഴിയുകയും. Hallelujah. 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 So we are, he said, Bible says he made a propitiation for our sins. അതുകൊണ്ട് തിരുവചനം പറയുകയാണ് നമ്മുടെ സകല പാപങ്ങൾക്കും വേണ്ടിയുള്ള പ്രായശ്ചിത്തം കർത്താവ് ചെയ്യും. As we come before the Lord's table, നാം കർത്താവിന്റെ മേശയ്ക്ക് മുമ്പാകെ കടന്നു വരുമ്പോൾ the Bible is declaring that there is victory. തിരുവചനം പറയുകയാണ് അവിടെ ജയമുണ്ട്. Hallelujah. Hallelujah. Because he conquered everything. കാരണം സകലതും കർത്താവ് ജയിച്ചിരിക്കുന്നു. Whatever the enemy threw at him, പിശാച് എന്തെല്ലാം തന്റെ നേർക്ക് എറിഞ്ഞുവോ he overcame and he became victorious. അതിനെ എല്ലാം ജയാളിയായി കർത്താവ് എതിരിട്ടു. We are before the Lord's table because he became the propitiation for our sins. നാം ഇന്ന് കർത്തൃമേശയ്ക്ക് മുമ്പാകെ വന്നിരിക്കുവാനുള്ള കാരണം യേശുക്രിസ്തു നമുക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള ആ പാപത്തിന്റെ പ്രായശ്ചിത്തമായി. Repeat after me. He is the perfect atonement. എന്നോട് ചേർന്ന് പറഞ്ഞാട്ട് യേശുക്രിസ്തു പൂർണ്ണമായിട്ടുള്ള ആ യാഗമാണ്. My performance is not the atonement. എന്റെ പ്രകടനമല്ല ഈ യാഗം. His sacrifice is the perfect atonement. എന്നാൽ കർത്താവിന്റെ ആ ത്യാഗമാണ് ഏറ്റവും മികച്ചതായിട്ടുള്ള പ്രായശ്ചിത്തം. Hallelujah. Hallelujah. Let us prepare our hearts to be humble and grateful to the Lord. നമുക്ക് ദൈവമുമ്പാകെ താഴ്മയോടും നന്ദിയോടും കൂടെ ആയിരിക്കാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയത്തെ ഒരുക്കാം. On the very night that Jesus was betrayed, യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രി he took the bread, യേശുക്രിസ്തു അപ്പം എടുത്തു, he blessed it, വാഴ്ത്തി, and broke it, നുറുക്കി, and gave it to his disciples, saying, ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, this is my body that is broken for you. ഇത് നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ടിരിക്കുന്ന എന്റെ ശരീരമാണ്. Do this in remembrance of me as often as you partake. നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി പ്രകാരം ചെയ്യും. Yes, Lord, you became the propitiation, the atonement for our sins. അതേ കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയുള്ള പ്രായശ്ചിത്തം അങ്ങായി. That your body was broken for us. അങ്ങയുടെ ശരീരം ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ടു. Hallelujah. Hallelujah. You are without sin. അങ്ങ് പാപമില്ലാത്തവനാകും. But you became sin for us. എന്നാൽ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് പാപമായി. You took upon, Lord, all our sins, our curses, our sickness. ഞങ്ങളുടെ എല്ലാ പാപം, ഞങ്ങളുടെ എല്ലാ രോഗങ്ങൾ, ശാപങ്ങൾ എല്ലാം അങ്ങ് ഏറ്റു. And you broke the power of the enemy. അതിന്റെ ശക്തി, പിശാചിന്റെ ശക്തി അങ്ങ് തകർത്തു. Hallelujah. Hallelujah. When your body was broken, അങ്ങയുടെ ശരീരം തകർക്കപ്പെട്ടപ്പോൾ so was the power of sin. അതുപോലെ പാപത്തിന്റെ ശക്തിയും, so was the power of curse. അതുപോലെ ശാപത്തിന്റെ ശക്തി, and the sting of death was broken. അതുപോലെ തന്നെ ഈ മരണത്തിന്റെ രാജാവും തകർക്കപ്പെട്ടു. Hallelujah. Hallelujah. Thank you, Lord. നന്ദി പിതാവേ. Can we thank God because he decided his body will be broken for you. നമുക്ക് ദൈവത്തോട് നന്ദി പറയാമോ? സ്വന്തം ശരീരത്തെ നമുക്ക് വേണ്ടി തകർക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവം. In the same manner he also took the cup after supper, saying, അവൻ തന്നെ അത്താഴത്തിന് ശേഷം യേശുക്രിസ്തു പാനപാത്രം എടുത്തു. this cup is the new covenant in my blood which ഈ is poured out for you. ഈ പാനപാത്രം എന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാകുന്നു എന്ന് പറഞ്ഞു. It is poured out for you. അത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെട്ടിരിക്കുന്നു. Today there is a new covenant. ഇന്ന് ഒരു പുതിയ ഉടമ്പടിയുണ്ട്. Where he writes the law of God, the word of God into our hearts. ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുതുന്ന ഒരു ഉടമ്പടി. Hallelujah. Hallelujah. But that came at a cost. That came at a cost. അത് തീർച്ചയായും അതിനായി ഒരു വില കൊടുക്കേണ്ടി വന്നു. Where his blood was shed for us. അവിടെ യേശുവിന്റെ രക്തം നമുക്ക് വേണ്ടി That ചൊരിയപ്പെട്ടു. is why the Bible encourages us to partake in a worthy manner. അതുകൊണ്ടാകുന്നു തിരുവചനം നമ്മോട് പറയുന്നത് നാം യോഗ്യമാവണ്ണം ഇതിൽ Let പങ്കാളികളാണ്. a man examine himself and eat of the bread and drink of the cup in a worthy manner. ഒരുവൻ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോൾ തന്നെത്താൻ വിവേചിക്കട്ടെ. For he who eats and drinks in an unworthy manner brings judgment to himself, not discerning the Lord's body. അയോഗ്യമാവണ്ണം ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്യുന്നവൻ കർത്താവിന്റെ ശരീരത്തെ സംബന്ധിച്ച് തന്നെത്താൻ തനിക്ക് ന്യായവിധി കൊണ്ടുവരും. For this reason many are weak and sick among you and many sleep. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും രോഗാവസ്ഥയിലും ചിലർ നിദ്ര പ്രാപിക്കുകയും ചെയ്തിരിക്കും. Let us discern our walk with the Lord. നമുക്ക് ദൈവവുമായിട്ടുള്ള നമ്മുടെ നടപ്പ് എങ്ങനെയാകുന്നു എന്നുള്ളത് നമുക്ക് വിവേചിക്കാം. If you are not walking in a worthy manner, God wants you to repent. നിങ്ങൾ യോഗ്യമാവണ്ണം അല്ല നടക്കുന്നത് എങ്കിൽ ദൈവത്തിന് ആഗ്രഹം നിങ്ങൾ അനുതപിക്കണമെന്നാണ്. Let this table draw you and bring you close to God. ഈ മേശ നിങ്ങളെ കർത്താവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരണം. Hallelujah. Hallelujah. I want to remind the church that we are one family. ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, സഭ ഓർമ്മിപ്പിക്കട്ടെ, നാം ഒരു കുടുംബമാകും. We are one body in Christ. നാം ക്രിസ്തുയേശുവിൽ ഏക ശരീരമാകും. This table is the table of the disciples. ഈ മേശ ശിഷ്യന്മാർക്കുള്ള It മേശയാണ്. is only for those who have received Jesus into their lives and obeyed the Lord in
in the waters of baptism. യേശുവിനെ സ്വന്തം ജീവിതത്തിലേക്ക് രക്ഷിതാവും നാഥനുമായി സ്വീകരിച്ച ജലസ്നാനത്തിൽ കർത്താവിനെ അനുസരിച്ചവർക്കുള്ള ടേബിൾ ആകുന്നു. If you have not received Jesus into your life, നിങ്ങൾ യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, or if you have not obeyed the Lord baptism, നിങ്ങൾ യേശുവിനെ ജലസ്നാനത്തിന് അനുസരിച്ചിട്ടില്ല എങ്കിൽ, let it pass by. ഈ അപ്പവീഞ്ഞുകൾ കടന്നു പോകുവാൻ അനുവദിക്കുക. Let's all partake with a humble heart before the Lord. നമുക്ക് ഇപ്പോൾ നന്ദിയുള്ള താഴ്മയുള്ള ഹൃദയത്തോടുകൂടെ നമുക്ക് പങ്കാളികളാകാം. Let's partake. നമുക്ക് ഈ കർത്തൃമേശയിൽ പങ്കാളികളാകാം.